remembering but thanking God for everything. അത് ഓർക്കുകയല്ല മറ്റെല്ലാത്തിനുമായി കർത്താവിന് നന്ദി പറയുക. Just lift your hands. I hope everyone can hear till the last. ബാക്ക് വരെ എല്ലാവരും ബാക്ക് വരെ കേൾക്കാവോ? കൈ very good, very good, very good. Hallelujah. അക്കരങ്ങളെല്ലാം ഉയർത്തണമെങ്കിൽ ഉയർത്താൽ മതി. If it is paining, don't do it. പക്ഷെ നന്ദി പറയണം. ഓരോ കാര്യത്തിനായി എൻ മനമേ യേശുവെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരങ്ങളുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നന്ദിയുള്ള ഹൃദയത്തോടെ വാ തുറന്ന് അന്യഭാഷ ഉണ്ടെങ്കിൽ അന്യഭാഷയിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ keep on worshiping Jesus. Keep on worshiping Jesus. എല്ലാവരും ശബ്ദമുയർത്തി take your own time and worship him. സമയം എടുത്ത് കർത്താവിനെ ആരാധിച്ചാട്ടെ. എല്ലാവരും glorify him. കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. as you give him thanks, നിങ്ങൾ അവന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ this whole place is covered with the angels. ഈ സ്ഥലം മുഴുവൻ ദൂതന്മാരാൽ നിറയപ്പെടുകയാണ്. his presence fills this whole place. അവന്റെ സാന്നിധ്യം ഈ സ്ഥലത്തെ മുഴുവൻ നിറയ്ക്കുകയാണ്. thank him. അവന് നന്ദി പറഞ്ഞാട്ടെ. we don't know why, but he loves us so much. എന്നറിയില്ല, നമ്മൾ അവനെ കർത്താവ് അത്യധികമായി സ്നേഹിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്നതിന്റെ കാരണം അറിയത്തില്ല, പക്ഷെ നമുക്കറിയാം വളരെ സ്നേഹമാണ്. So just glorify him and say thank you Jesus. എല്ലാവരും അവന് മഹത്വം കൊടുത്തിട്ട് നന്ദി യേശുവേ എന്ന് പറഞ്ഞു. everybody thank you Jesus. Thank you Jesus. എല്ലാവരും നന്ദി യേശുവേ, നന്ദി യേശുവേ. Everybody thank him. എല്ലാവരും വായ തുറന്ന് ശബ്ദമുയർത്തി നന്ദി പറഞ്ഞാട്ടെ. Thank him for him all the great works he has done for us. അവൻ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ ദൈവ പ്രവർത്തികൾക്കായി നന്ദി പറഞ്ഞാട്ടെ. Thank you that we can see from our own eyes. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന നന്മകൾക്കായി നന്ദി പറഞ്ഞാട്ടെ. Thank you that we can raise our hands freely. കർത്താവേ, ഫ്രീ ആയിട്ട് ഞങ്ങളുടെ കരങ്ങൾ ഉയർത്താൻ കഴിയുന്നതിനായി സ്തോത്രം. We can stand our own feet. ഞങ്ങളുടെ സ്വന്തം കാലിൽ ഞങ്ങൾക്ക് നിവർന്ന് നിൽക്കുവാൻ കഴിഞ്ഞതിനായി നന്ദി. Thank you that we can walk freely. കർത്താവ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ കഴിയുന്നതിനായി സ്തോത്രം. Thank you that we can breathe. കർത്താവ്, ഞങ്ങൾക്ക് ശ്വസിക്കുവാൻ കഴിയുന്നതിനായി സ്തോത്രം. That is why the end of all the psalms it says, let everything that has breath praise the Lord. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ തന്റെ അവസാന പുസ്തകത്തിൽ അവസാനം ഇപ്രകാരം പറയുന്നത്, ജീവനുള്ളതൊക്കെയും ശ്വാസമുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. Oh, let everyone who has breath praise the Lord. ഇന്ന് പകൽ ഇവിടെ ഇന്ന് രാത്രി ശ്വാസമുള്ള എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. If we can inhale and exhale, praise him. നമുക്ക് ശ്വസിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവനെ സ്തുതിച്ചാട്ടെ. Let us count every blessing one by one. നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്ത നന്മകളെല്ലാം ഓരോന്നായി എണ്ണി അവന് നന്ദി പറഞ്ഞാട്ടെ. And thank him. അവൻ നന്ദി പറഞ്ഞാട്ടെ. Thank him. നന്ദി പറഞ്ഞാട്ടെ. Glorify him. അവനെ മഹത്വപ്പെടുത്തിയാട്ടെ. Lift his holy name. അവന്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. അവന്റെ വിശുദ്ധ നാമത്തെ ഉയർത്തിയാട്ടെ. Everybody on this place, ഈ സ്ഥലത്തെ എല്ലാവരും who thinks that it is God who made you stand. നിങ്ങൾ കർത്താവാണ് നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. I'm not sure about you, but for me, I know me and my family are alive only because of him. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് അവൻ കാരണമാണ്. It is because of Jesus. അത് യേശു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. If it is not for Jesus, അത് യേശു അല്ലായിരുന്നെങ്കിൽ I won't be standing here. ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. My family won't be here. എൻ്റെ കുടുംബം ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു. It is his mercy. അത് അവന്റെ കരുണയാണ്. It is mercy. അവന്റെ കരുണയാണ്. And his mercy endures forever. അവന്റെ കരുണ എന്നേക്കും നിലനിൽക്കുന്നതാണ്. Thank you Jesus. നന്ദി യേശുവേ. Thank his holy name. അവന്റെ വിശുദ്ധ നാമത്തിന് നന്ദി പറഞ്ഞാട്ടെ. Lift his name. അവന്റെ നാമത്തെ ഉയർത്തിയാട്ടെ. Let the praise go up. സ്തുതികൾ ഉയരട്ടെ. Let the praises go up. സ്തുതികൾ ഉയരട്ടെ. Let everyone mouth be filled with good things. എല്ലാവരുടെയും അധരങ്ങൾ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ. Thank you. നന്ദി പറഞ്ഞാട്ടെ. I will tell you a secret. ഞാനൊരു രഹസ്യം പറയാം. When your mouth is filled with good things, your youth will renew. നിങ്ങളുടെ അധരങ്ങൾ നന്മ കൊണ്ട് നിറയുമ്പോൾ നിങ്ങളുടെ യൗവനം പുതുകും. That is what the word says. അത് വചനം പറയുന്നു. He fills my mouth with goodness,
and he renews my strength like an eagle. അവൻ എന്റെ അധരത്തെ നന്മ കൊണ്ട് നിറയ്ക്കും, എന്റെ യൗവനത്തെ ഒരു പരുന്തിനെ പോലെ അവൻ പുതുക്കും. When you thank him, നിങ്ങൾ അവന് നന്ദി പറയുമ്പോൾ his presence covers the whole place. ഈ സ്ഥലം മുഴുവൻ അവന്റെ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്. And in his presence, അവന്റെ സാന്നിധ്യത്തിൽ nothing can decay. ഒന്നും നീക്കുവാൻ കഴിയില്ല. In his presence, അവന്റെ സാന്നിധ്യത്തിൽ everything contrary to your health, to your wealth, anything, it will burn away, because this is consuming fire. അവന്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വിരുദ്ധമായി, നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്നതെല്ലാം അത് കത്തിപ്പോകും. കാരണം ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയത്രേ. Even now, even as you are praising, നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ healing is taking place. സൗഖ്യങ്ങൾ സംഭവിക്കുകയാണ്. Healing is taking place. സൗഖ്യങ്ങൾ സംഭവിക്കുകയാണ്. Depression is running away. നിരാശകൾ മാറുകയാണ്. Every sadness is running away. എല്ലാ ദുഃഖങ്ങളും വിട്ടുമാറുകയാണ്. Because in spite of all your challenges, നിങ്ങളുടെ എല്ലാ വെല്ലുവിളികളുടെ മധ്യത്തിൽ you are glorifying God. നിങ്ങൾ അവന് മഹത്വം കൊടുക്കുമ്പോൾ, Whatever it is, അത് എന്തുമായിക്കൊള്ളട്ടെ, you are glorifying God. നിങ്ങൾ കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ, Joy of the Lord is our strength. കർത്താവിലുള്ള സന്തോഷമാണ് എന്റെ ബലം. You become stronger when you rejoice in Him. നിങ്ങൾ അവനെ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ ബലപ്പെടുകയാണ് ചെയ്യുന്നത്. Open your mouth and strengthen stronger. വായ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. You don't need anything. You can glorify Him the whole life. നിങ്ങളുടെ ജീവകാലം മുഴുവൻ നിങ്ങൾക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുക. Every step is ordered by Him. നിങ്ങളുടെ ചാൽച്ചുവടുകൾ ഓരോന്നും ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ്. He has ordered the angels to take care of you. നിങ്ങളെ സംരക്ഷിക്കുവാൻ ദൂതന്മാരുടെ താൻ കൽപ്പന ചെയ്തിട്ടുണ്ട്. They are lifting you up. അവർ നിങ്ങളെ ഉയർത്തുകയാണ്. They lift you and be with you always. അവർ നിങ്ങളുടെ കൂടെ സദാസമയം നിങ്ങളുടെ കൂടെ വസിക്കുകയാണ്. Thank the name of Jesus. യേശുവിന്റെ നാമത്തിന് നന്ദി പറഞ്ഞാട്ടെ. Open your mouth and say thank you Jesus. അധരങ്ങളെ തുറന്ന് നന്ദി പറഞ്ഞാട്ടെ. Oh, the Holy Spirit is working His work. പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. Already I can feel the temperature rising. ഇപ്പോൾ തന്നെ ഈ സ്ഥലത്തിന്റെ അന്തരീക്ഷം താപനില ഉയരുന്നത് എനിക്കറിയാം. Because the baptizer is walking over here. എന്തുകൊണ്ടെന്നാൽ അഗ്നിയാൽ സ്നാനം കഴിപ്പിക്കുന്നവന് നടകൊള്ളുന്നു. When you are thanking Him, നിങ്ങൾ അവന് നന്ദി പറയുമ്പോൾ, you are stirring up something inside of you. നിങ്ങളുടെ അകത്ത് ചിലത് ജ്വലിക്കുകയാണ്. When you thank Him, നിങ്ങൾ അവന് നന്ദി പറയുമ്പോൾ, something gets stirred inside of you. അസാധാരണമായി നിങ്ങളുടെ അകത്ത് ചലിക്കുകയാണ്. Christ is stirred inside of you. ക്രിസ്തു നിങ്ങളുടെ അകത്ത് ജ്വലിക്കുകയാണ്. And this is the will of God. ഇത് ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഹിതമാണ്. This is the will of God. ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. His thanksgiving. നന്ദി പറയുമ്പോൾ 1 Thessalonians 5 says, this is the will of God. ഇത് ദൈവത്തിന്റെ ഹിതമാണ്. That you thank Him. നിങ്ങൾ അവന് നന്ദി പറയുക. In Jesus Christ. യേശു ക്രിസ്തുവിലൂടെ നന്ദി പറയുക. Thank Him. നന്ദി പറഞ്ഞാട്ടെ. Thank Him. നന്ദി പറഞ്ഞാട്ടെ. Thank Him. നന്ദി പറഞ്ഞാട്ടെ. Let thanks arise. നന്ദി ഉയരട്ടെ. Let this thank you go up. സ്തുതികൾ നന്ദി ഉയരട്ടെ. Thank Him for the freedom and liberty. എനിക്ക് നിങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തിനായി നന്ദി പറഞ്ഞാട്ടെ. Thank Him for all that is happening here. സംഭവിക്കുന്ന എല്ലാത്തിനുമായി നന്ദി പറഞ്ഞാട്ടെ. Thank you for the great work Jesus is doing. യേശു കർത്താവ് ചെയ്യുന്ന അത്ഭുത വലിയ കാര്യങ്ങൾക്കായി നന്ദി പറഞ്ഞാട്ടെ. Glorify His name. അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. 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 Glorify Your name in all the earth. Glorify His name. Glorify Your name. Glorify Your name. Glorify Your name in all the earth. Sings my soul, my Savior God, to Thee. How great Thou art! How great Thou art! Then sings my soul, my Savior God, to Thee. How great Thou art! How great Thou art! And ജീവനെ കാണും നീ വലിയതാണെനിക്ക്.
വലിയതാണെനിക്ക്. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. we cannot thank you enough. നമുക്ക് നന്ദി പറഞ്ഞാൽ മതിയാകില്ല. We cannot thank you enough, my Father. ഓ പിതാവേ, ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. Thank you that you are going to speak to us. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായി നന്ദി. Help us to hear from you and then speak. കർത്താവേ, അങ്ങിൽ നിന്ന് കേട്ട് സംസാരിക്കുവാൻ സഹായിക്കണമേ. Thank you for the healing stretched forth hand of yours in this ground. കർത്താവേ, അങ്ങേക്ക് സൗഖ്യത്തിനായി നീട്ടപ്പെട്ട കരത്തിനായി സ്തോത്രം ചെയ്യുന്നു. That everyone over here കർത്താവിരിക്കുന്ന സകല വ്യക്തികളും will return in great joy. കർത്താവേ, മഹാസന്തോഷത്തോടെ മടങ്ങി We give you പോകേണ്ടത്. all the glory. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് In തരുന്നു. Jesus' name. യേശുവിൻ നാമത്തിൽ Give a clap and shout and say thank you, ആ Jesus. കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി ഒരു നന്ദി യേശു എന്ന് പറഞ്ഞാട്ടെ. You may be seated. നമുക്കത് സ്ഥാനങ്ങളിൽ ഇരിക്കാം. Before we get into the message, I would like to thank Reggie brother for taking this step of faith to organize this meeting. നമ്മൾ വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയ റിജിബ്രനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ ഒരു ചുവടാണ് പ്രിയപ്പെട്ട ദേവദാസൻ വെച്ചിരിക്കുന്നത്. And congratulations Koranjeri Church. കോഴഞ്ചേരി സഭയ്ക്ക് എല്ലാവർക്കുമുള്ള അനുമോദനങ്ങൾ അറിയിക്കുന്നു. Because this takes a step of faith. ഇതൊരു വിശ്വാസത്തിന്റെ ചുവടുവെപ്പാണ് വെച്ചത്. And today get mentally ready to give one of your biggest offerings. It is not now, later. But I am mentally preparing you. നമ്മൾ ഇപ്പോഴെ തന്നെ മനസ്സിൽ ഒരു ഒരുക്കം ഉണ്ടാകണം. ഇന്നത്തെ ഏറ്റവും നല്ല ഒരു സ്തോത്ര കാഴ്ച കൊടുക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴേ ഒരു ഒരുക്കം ഉണ്ടാകണം. All the young boys and girls on the stage. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന യൗവനക്കാർക്കായിട്ട് സ്തോത്രം. Great congratulations. You നിങ്ങൾക്ക് did a very good job. നിങ്ങൾ വൻ കാര്യമാണ് ചെയ്യുന്നത്. അനുമോദനങ്ങൾ. You won't realize what great position God has placed you in. നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആ സ്ഥാനത്തിന്റെ വലിപ്പം എന്താണെന്ന് നിങ്ങൾ ഒരുപക്ഷെ You won't തിരിച്ചറിയുന്നുണ്ടാവില്ല. realize it now. Tomorrow you will thank God for it. നിങ്ങൾ ഇപ്പോൾ അറിയുന്നില്ല, എന്നാൽ നാളുകളിൽ നിങ്ങൾ അറിയും. അന്നേരം നിങ്ങൾ കർത്താവിന് നന്ദി പറയും. Thank you, Jesus. നന്ദി യേശുവേ. Thank you for the Anurag, alle? Yeah, Anurag sound. Thank you very much. അനുരാഗ ശബ്ദ സൗണ്ടുകാർക്ക് നന്ദി പറയുന്നു. താങ്ക് യു. Don't get angry with me. I don't like very high sound. എനിക്ക് എന്നോട് ദേഷ്യപ്പെടരുത്. എനിക്ക് ഒത്തിരി ശബ്ദം ഇഷ്ടമില്ല. Because sound can be manipulated. എന്ന് പറഞ്ഞാൽ ശബ്ദം ചില കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. Thank you. Because I always want our neighbors also to enjoy the word and the worship. ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ചുറ്റുപാടും അയലോക്കക്കാര് ദൈവവചനവും ആരാധനയൊക്കെ അവരും ആനന്ദത്തോടെ അവർ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So our high sound might irritate them, which I don't like. നമ്മൾ ഒത്തിരി ശബ്ദം വെച്ചാൽ അവർക്ക് അതൊരു അലോസരമാകും. പക്ഷെ എനിക്കത് ഇഷ്ടമില്ല. Jesus said, what you want others to do to you, you do for them. യേശു പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അത് അവർക്ക് വേണ്ടി ചെയ്യും. Matthew 7:12. മത്തായിയുടെ സുവിശേഷം 7:12. He says, whatever you want others to do to you, you do it to them. യേശു കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അത് അവർക്ക് വേണ്ടി ചെയ്യുവിൻ. Anurag sound, you have done a great job. അനുരാഗ് ശബ്ദം Anurag sound അനിലല്ലേ? അനിലും കൂട്ടരും അവർക്കെല്ലാം ഒരു നല്ല കയ്യടി കൊടുക്കണം. Because they from day one when I came, they were all at work and they were doing a wonderful job. ഞാൻ ആദ്യത്തെ ദിവസം ഇവിടെ വരുമ്പോൾ മുതൽ അവരെല്ലാവരും വളരെ ഉത്സാഹത്തോടെ അവരുടെ പ്രവർത്തികൾ ചെയ്യുകയായിരുന്നു. അഭിനന്ദനങ്ങൾ. Also this family who has given this ground for us. അപ്പോൾ തന്നെ ഈ ആരാധനയ്ക്ക് വേണ്ടി ഈ സ്ഥലം നമുക്ക് തന്ന ആ പ്രിയപ്പെട്ട ഫാമിലിക്കായി We are going to pray for them. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. They opened this house for us. God will open doors for them. ഈ ഭവനം അവർ നമുക്ക് വേണ്ടി തുറന്നു. സ്വർഗ്ഗം പുതുവഴികൾ അവർക്ക് വേണ്ടി തുറക്കും. We are going to pray for them. നമ്മൾ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Lift your holy hands. നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി. Let us pray for this family and their generations. നമ്മൾ അവരുടെ കുടുംബത്തിനും അവരുടെ തലമുറകൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Because God is not a man to forget. God is not a man to lie.
ദൈവം നുണ പറയുവാൻ അവൻ മനുഷ്യനല്ല, അവൻ മറന്നു കളയുവാൻ അവൻ കേവല മനുഷ്യനുമല്ല. He said that I will not forget anything. യേശു പറഞ്ഞു, ഞാൻ ഒന്നും മറന്നു കളയത്തില്ല. So this whole ground and the house for us to rest in between, this family opened for us, and God will remember in the book of remembrance. ഈ സ്ഥലം മുഴുവനും അപ്പോൾ തന്നെ ആ ഒരു ഭവനം നമുക്ക് വിശ്രമിക്കാനും എല്ലാ കാര്യങ്ങൾക്കുമായി ആ ഭവനവും അവർ തുറന്നു തന്നു. ദൈവം ഒന്നും മറന്നു കളയത്തില്ല, ഓർമ്മയുടെ പുസ്തകത്തിൽ സകലതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. God is not unjust to forget. മറന്നു കളയാൻ ദൈവം അനീതിയുള്ളവനല്ല. So Hebrews 6:10 we are going to release upon this family and the generation. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം പറഞ്ഞ അവരെയും അവരുടെ തലമുറകളെയും നമ്മൾ അനുഗ്രഹിക്കാൻ പോവുകയാണ്. And also, കൂടാതെ first we'll pray and then I will tell. Reggie brother will come and pray for them because he knows the names. റജി ബ്രദർ വന്ന് ആ കുടുംബത്തിലുള്ള മുഴുവൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഈ സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ടോജി ബ്രദർ, ബിജി ബ്രദർ, റജി ബ്രദർ, ആ 3 സഹോദരങ്ങളും അവരുടെ കുടുംബങ്ങളും അവരുടെ തലമുറകളും കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ അവർ കർത്താവിനെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ചെയ്തത് ഒന്നും മറന്നു കളയാൻ അവിടുന്ന് അനീതിയുള്ള ദൈവമല്ല. മടക്കി മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുവിന്റെ നിറവ് അവരുടെ ജീവിതത്തിൽ വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. Amen. Amen. You know, another wonderful thing I want to share with you. ഞാൻ നിങ്ങളോട് പങ്കിടുവാനുള്ള മറ്റൊരു അത്ഭുതകരമായ കാര്യം, This is the word of Jesus. ഇത് യേശുവിന്റെ വാക്കാണ്. That his Father who dwells in secret place. രഹസ്യത്തിൽ വസിക്കുന്നവനായ പിതാവ്, The Father who dwells in a secret place. രഹസ്യ സ്ഥലത്ത് വസിക്കുന്നവനായ പിതാവ്. How many of you watch the inner chamber? നിങ്ങൾ എത്ര പേര് ഇന്നർ ചേംബർ കാണുന്നുണ്ട്? After the inner chamber series we will start the upper chamber series. ഇന്നർ ചേംബർ സീരീസിന് ശേഷം നമ്മൾ അപ്പർ ചേംബർ സീരീസ് നമ്മൾ ആരംഭിക്കും. First you listen to the inner chamber, then we will go into the upper chamber. ആദ്യം നമ്മൾ ഇന്നർ ചേംബർ കേൾക്കണം, അതിനുശേഷം നമ്മൾ അപ്പർ ചേംബറിലേക്ക് പോകും. Now Father God lives in a secret place. പിതാവാം ദൈവം താൻ ഒരു രഹസ്യ സ്ഥലത്ത് വസിക്കുന്നവൻ. Jesus said, യേശു പറഞ്ഞു, when you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ lock your door നിങ്ങളുടെ കതകടച്ച് and see the Father who is in secret is looking at you. രഹസ്യ സ്ഥലത്ത് വസിക്കുന്ന പിതാവ് നിങ്ങളെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടായിരിക്കുന്നു. Why am I saying that? എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്? Every single person who went out for public preaching, every single person who put this carpet, the chair, and everyone, I'll tell you, he will reward you openly. ഇവിടെ പരസ്യ സ്ഥലത്ത് പരസ്യയോഗങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് പോകുന്നവരായിക്കോട്ടെ, കാർപ്പറ്റ് ഇട്ടവരായിക്കോട്ടെ, ഒരു കസേര ഇട്ടവരായിക്കോട്ടെ, ഞാൻ പറയാം, ദൈവം പരസ്യമായി നിങ്ങളെ പ്രതിഫലം തന്നും മാനിക്കും. Might be no one saw you. ഒരു പക്ഷേ നിങ്ങളെ ആരും നിങ്ങളെ ചെയ്യുന്നത് കണ്ടു കാണില്ലായിരിക്കും. No one appreciated you. നിങ്ങളെ ആരും അഭിനന്ദിച്ചു കാണത്തുമില്ലായിരിക്കും. But because you loved Jesus, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് you did this. നിങ്ങൾ അത് ചെയ്തത്. The Father in secret was looking at you. രഹസ്യത്തിൽ വസിക്കുന്ന പിതാവ്. All the volunteers, can you stand up? I want to pray for you personally. എല്ലാ വോളണ്ടിയേഴ്സും എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. All those who went out to preach the gospel on the streets. അപ്പോൾ പരസ്യയോഗത്തിന് പോയ ശുശ്രൂഷിക്കാൻ പോയവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. കസേര ഇട്ടവർ, ഇതിന്റെ പിന്നിൽ നിന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. I want to bless you personally. നിങ്ങളെ വ്യക്തിപരമായി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. And I'll tell you, when we started Heavenly Feast, നമ്മൾ സ്വർഗീയ വിരുന്ന് ആരംഭിച്ചപ്പോൾ it was not called Heavenly Feast, it was called Pension Bhavan Fellowship. അത് പെൻഷൻ ഭവൻ കൂട്ടായ്മ എന്നായിരുന്നു അതിന്റെ പേര്. റജി ബ്രദറും ഷാജി ബ്രദറും ഇവിടെ പോയി മുകളിലോട്ടോ. So at that time there were hardly 10-15 people. Now less than 10 people. ആ സമയത്ത് 10-ൽ താഴെ ആൾക്കാരെ ഉള്ളായിരുന്നു കഷ്ടിച്ചു. And we used to take this pension hall. അത് നമ്മൾ പെൻഷൻ ഭവനിലായിരുന്നു ആരംഭിച്ചത്. And every Sunday, എല്ലാ ഞായറാഴ്ചയും after the church, I attended the Lord's table. I would run there and wash the floor, wash the chairs and make it clean and prepare it for people to come. ഞാൻ ആരാധനയ്ക്ക് ശേഷം കർത്തൃമേശയ്ക്ക് ശേഷം പെട്ടെന്ന് ഓടിപ്പോയി പെൻഷൻ ഭവനിൽ ചെന്ന് അവിടുത്തെ കസേരകൾ തുടച്ച് വൃത്തിയാക്കും, തറ തുടച്ച് വൃത്തിയാക്കി ആരാധിക്കുമ്പോൾ ജനങ്ങൾ വരുവാനായിട്ട് ആ സ്ഥലം മുഴുവൻ ഞാൻ ഒരുക്കിയിടുമായിരുന്നു. And believe me, നിങ്ങൾ എന്നെ വിശ്വസിച്ചാട്ടെ, I was such filled with joy. ഞാനത് ചെയ്തുകൊണ്ടിരുന്നു, ഭയങ്കര ഹൃദയത്തിൽ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരുന്നു. No one was watching me. എന്നെ ആരും കാണുന്നില്ലായിരുന്നു ആ സമയം. After that crowd became 50 people. അങ്ങനെ 50 പേരായി.
people used to come in car. പെട്ടെന്ന് ആൾക്കാർ കാറിൽ വരാൻ തുടങ്ങി. So I used to wait till everyone goes. എല്ലാരും മടങ്ങി പോകുന്നത് വരെ ഞാൻ കാത്തിരിക്കും. So that no one sees. എന്തുകൊണ്ടെന്നാൽ ആരും ഞാൻ ചെയ്യുന്നത് കാണരുത്. Then I will take all the mat, put it on my scooter, jump upon it, send Annie and children in the auto rickshaw and go like a horse riding back home. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം പായെല്ലാം മടക്കി എന്റെ സ്കൂട്ടറെ കയറ്റി വെച്ച് അനിയന്റെയും കുഞ്ഞുങ്ങളെയും ഓട്ടോയെ പറഞ്ഞു വിട്ട് ഒരു കുതിരപ്പുറത്ത് കുതിരസവാരി ചെയ്യുന്നത് പോലെ. No one knew who was doing this. ആർക്കും അറിയാതെ, ഒറ്റ മനുഷ്യർക്ക് അറിയത്തില്ല ഈ പണിയെല്ലാം ആരാ ചെയ്യുന്നത്. And I did not want anyone to know. ആരും അറിയണമെന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. I was enjoying it because I love Jesus. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അത് മുഴുവൻ ഞാൻ ആസ്വദിക്കുകയാണ്. But I can tell you, എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, God is not a debtor to anybody. ദൈവം ആർക്കും കടക്കാരനല്ല. What was done in secret, രഹസ്യത്തിൽ നിങ്ങൾ ചെയ്തതല്ല, even today ഇന്ന് പകലും He is rewarding me openly. അവൻ പരസ്യമായി എന്നെ I മാനിച്ചുകൊണ്ടായിരിക്കുന്നു. did not do to get someone's appreciation. എന്തെങ്കിലും ആരുടെങ്കിലും അഭിനന്ദനങ്ങൾ പ്രോത്സാഹനം കിട്ടാനല്ല ഞാനിത് ചെയ്തത്. I loved Him so much. എനിക്ക് അവനെ അത്യധികം സ്നേഹം. I want to tell you, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. might be no one recognized you. ഒരുപക്ഷെ നിങ്ങളെ ആരും അംഗീകരിച്ചില്ലായിരിക്കും. Might be no one saw you also. നിങ്ങളെ ആരും കണ്ടുപോലും കാണത്തില്ലായിരിക്കും. He who dwells in the secret place ആ രഹസ്യ സ്ഥലത്തിൽ വസിക്കുന്നവനായ has പിതാവ് seen you. അവൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. He see your generation. അവൻ നിങ്ങളുടെ തലമുറകളെ കാണും. And believe me, വിശ്വസിച്ചാട്ടെ, He dwells in secret but rewards openly. അവൻ രഹസ്യ സ്ഥലത്ത് വസിക്കുന്നവനാ, എന്നാൽ അവൻ പരസ്യമായി പ്രതിഫലം നൽകുന്നവനാ. I want Thomas Utti brother to pray for the whole team. ഈ മുഴുവൻ ടീമിന് വേണ്ടി പറഞ്ഞായിരുന്നു, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇവരുടെ ഒക്കെ വീഡിയോ കണ്ടപ്പോൾ I was thrilled because you are the hope of tomorrow. നാളുകളുടെ പ്രതീക്ഷകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരു വാക്ക് ഞാൻ പറയട്ടെ, 5 വാക്ക്. ഈ കുമ്പനാട്ടതിന്റെ പുറകിൽ ദൈവദാസൻ താമസിക്കുന്നുണ്ട്. PG മാത്യൂസ് പാസ്റ്റർ അറിയാം. ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇവിടുത്തെ പല വിശ്വാസികൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. ലോകം അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ ഇവിടെ ഒരു വീട്ടിൽ കുറച്ച് വിശ്വാസികളുമായി ഭവന സന്ദർശനം പോയി. അവിടുത്തെ സഹോദരി മാത്രമേ വിശ്വാസമുള്ളൂ. അദ്ദേഹം ചെന്നതിൻ്റെ അരിശത്തിന് ആ വീട്ടിലെ ഭർത്താവ് ഒരൊറ്റ അടിയിട്ടു ഈ ദൈവദാസനിട്ട്. അപ്പോൾ ഈ കൂടെ പോയതിൽ കാര്യങ്ങളൊന്നും പറയാനൊന്നും അറിയാൻ മേലാത്തൊരു സഹോദരൻ പുള്ളി ഇടയ്ക്ക് കയറി അടിയാൻ കൊണ്ടു. ദൈവദാസന് കിട്ടാനുള്ള ഒരു അടി എന്ത് ചെയ്തു? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കുമ്പനാട് ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ പേര് അമേരിക്കയിലൊക്കെ പോയത് അദ്ദേഹത്തിൻ്റെ തലമുറയാണ്. സ്തോത്രം. ഒരടി കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടല്ലേ? ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ട്. വേറെ ഒന്നും അദ്ദേഹത്തിന് ഒരു ട്രാക്ട് കൊടുക്കാൻ, വചനം പറയാനൊന്നും അറിയത്തില്ല. PG മാത്യൂസ് പാസ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യം, യേശു ആർക്കും കടക്കാരനല്ല. അതിൻ്റെ ഒരു അടിയൊന്ന് പാടിയിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ആർക്കും കടക്കാരനല്ല. ഈ പാട്ട് എഴുതിയത്, ആ ഒരു വരി മാത്രം എഴുതിയത് സാം കുമരകം എന്ന ദേവദാസനെ അറിയാമല്ലോ. നാളെ നോർത്ത് ഇന്ത്യയിലെ പ്രോബ്ലത്തിൽ തങ്കുബ്രദർ അതിനകത്ത് ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കുമരകം ഭാഗത്തെ സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്നത്. പക്ഷെ അപ്പനും അമ്മയും ഈ കുഞ്ഞുങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ സഭയെ കൊണ്ടുപോകും. അവർക്ക് കഴിയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവർ വടക്കേ ഇന്ത്യയിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഒരു നേരത്തെ ഫുഡിന് സാമ്പാർഷമൊക്കെ കഷ്ടപ്പെട്ടു. ഇന്ന് ലോക രാജ്യങ്ങളിൽ ആ മനുഷ്യൻ ബ്രദറും സോരന്മാരൊക്കെ ചെയ്യുന്ന കണ്ടോണം തലമുറ എവിടെ പോയി നിൽക്കുന്നു. എൻ്റെ കൂടെ എപ്പോഴും കുര്യൻ ബ്രദറുണ്ട്. അദ്ദേഹം ഇങ്ങനെ പമ്മി നിൽക്കുന്ന ആളാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടുന്ന വാതിലുകൾ യേശു ആർക്കും കടക്കാരനല്ല, യേശു ആർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോലാരാധ്യനില്ല.
കൂടി ആരെങ്കിലും ഒന്ന് സൈഡിൽ എഴുന്നേറ്റ് അവരാ രഹസ്യത്തിൽ ചെയ്ത് നമുക്ക് പറയാം, ഇവരുടെ മേലെ ഒന്ന് കൈവച്ച് പരസ്യമായി പ്രതിഫലം. നിങ്ങളെല്ലാം ഇവിടെ ശുശ്രൂഷിക്കാനും ജുബിൻ ബ്രദറും സഹോദരനും എല്ലാവരും ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ നിന്ന് കൈപിടിച്ച് അനുഗ്രഹിച്ച് താങ്ക് യു ജീസസ്. ഞങ്ങളെ കൂടെ ഒന്ന് അനുഗ്രഹിച്ച്. ഞങ്ങളിവിടെ നിന്ന് 2 വചനമൊക്കെ പറഞ്ഞില്ലേ? തങ്കുബ്രദറിനെ ഒന്ന് അനുഗ്രഹിച്ച്, അനിയാൻ്റെ ഒന്ന് അനുഗ്രഹിച്ച്, ഞങ്ങളെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ച്, ഈ ഫോട്ടോ എടുക്കുന്ന ആളെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് നമുക്ക് അങ്ങോട്ട് ചെന്നൊന്ന് കൈവച്ച് അനുഗ്രഹിക്കാം. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിന് പകരമായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ ജീവിതം മുഴുവൻ നോക്കിയാലും ഒരു താങ്ക് യുവിൻ്റെ ടീ പോലും എഴുതാൻ ഞങ്ങളെ കൊണ്ട് ഒക്കത്തില്ല. ഇത്രയും ചെയ്യാൻ ഞങ്ങൾ അപ്രയോജന ഭൃത്യന്മാർ. ഇതെങ്കിലും പെസഹ മുതൽ ഈസ്റ്റർ വരെ അതിവേദന അനുഭവിച്ച എൻ്റെ കർത്താവിന് ഒരു ചെറിയ തലോടലായി ഈ മീറ്റിംഗ് തീരുന്നതിനായി സ്തോത്രം. ഒരാളെങ്കിലും ഈ മീറ്റിംഗ് വെച്ച് വിടുതലായെങ്കിൽ ഒത്തിരി പേരെ വിടുവിച്ചല്ല കർത്താവ്. സ്വർഗം സന്തോഷിക്കുന്നതിനായി സ്തോത്രം. ദൈവദൂതന്മാർ ഈ സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഞാൻ ആത്മാവിൽ അറിയുന്നു. ഉപലരഭാഷപ്രഭ നന്ദി കർത്താവ്. ഇതിന് മുമ്പിൽ അധ്വാനിച്ച ഈ മക്കളെ ഓരോരുത്തരെയും, റജി ബ്രദർ, ഷാജി ബ്രദർ, കോഴഞ്ചേരിയിലെ ശുശ്രൂഷകര്, മറ്റേ ഞങ്ങളുടെ പല സഭകളിൽ നിന്ന് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ചെയ്തവര്, അങ്ങ് നിലമ്പൂര് മുതൽ പരസ്യവും നടത്തി വന്നവര്, ഇവിടെ എല്ലാം പരസ്യവും നടത്തിയവര്, ഇതിനുവേണ്ടി ഒരു മാറ്റെങ്കിലും ഇട്ട് ഒരു കസേരെങ്കിലും ഇട്ടവര്, ഇത് വർഷിപ്പ് ടീം, ഞങ്ങളെല്ലാവരും പരസ്പരം അനുഗ്രഹിക്കുകയാണ്. തങ്കുബ്രദറിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിമ്പിൽ ഈ നിന്റെ ദാസന്റെ കാഴ്ചപ്പാട്, അതിനായി സ്തോത്രം. കർത്താവ് എല്ലാ നന്മകളാലും നിറയ്ക്കുന്ന മഹാദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ തങ്കുബ്രദർ പറഞ്ഞ രഹസ്യത്തിൽ കാണുന്ന പിതാവ് പരസ്യമായി മാനിക്കുന്നതിനായി കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. Everyone who is thirsty and who is watching us, കർത്താവേ, ദാഹത്തോടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, those who have great expectation, വളരെ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്നവർ, those who are seeking you, കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നവർ, you will reward them. അങ്ങ് അവർക്ക് പ്രതിഫലം നൽകും. You will fill them. നിങ്ങൾ കർത്താവ് അങ്ങനെ നിറയ്ക്കും. We give you all the glory. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരും. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Before sitting down, bless at least 4 people and sit down. അടുത്തിരിക്കുന്ന ഒരു 4-5 പേരെ തൊട്ട് അനുഗ്രഹിച്ചു വേണം ദിവസത്തിൽ ഇരിക്കുവാൻ. I greet you all again in the name of Jesus. വീണ്ടും നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. And I am going to dive right into the word. വളരെ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. Hallelujah. Hallelujah. It is actually we wanted God's agendas are higher than our agendas. നമ്മുടെ പദ്ധതികളെക്കാളും വളരെ ഉന്നതമാണ് ദൈവത്തിന്റെ പദ്ധതികൾ. We wanted to do a curse breaking, but it did not reach anywhere near, but God started speaking to us on a higher level. ഞങ്ങൾ ഒരു ശാപവിമുക്തി ശുശ്രൂഷ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. എന്നാൽ അതിനെക്കാട്ടും ഉന്നതമായ നിലവാരത്തിലാണ് പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിനെ കൊണ്ടുപോയിരിക്കുന്നത്. Today afternoon after the morning meeting I was tired but I could not sleep. ഇന്നത്തെ രാവിലത്തെ മീറ്റിംഗിന് ശേഷം ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു, പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല. I was trying to sleep but could not sleep. ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു, എന്നാലും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. Great excitement was within me. എന്റെ അകത്ത് വളരെ വലിയൊരു പ്രതീക്ഷ ഉണ്ടായി. Because this land has seen big revival. എന്തുകൊണ്ടെന്നാൽ ഈ ദേശം, ഈ സ്ഥലം വലിയ ഉണർവുകൾ കണ്ട ദേശമാണ്. This is the place where the Pentecost
Pentecost revival started here in Kerala and then started to other places. കേരളത്തിൽ പെന്തക്കോസ്ത് ഉണർവ് സംഭവിച്ച സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ നിന്നാണ് മറ്റനേക സ്ഥലങ്ങളിലേക്ക് അത് വ്യാപരിച്ചത്. And I was trying to sleep, ഞാൻ ഉറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. but I was hearing എന്നാൽ ഞാൻ ഒരു ശബ്ദം കേട്ടു. that the prayer of those elders are still here, and we are the answer here in this meeting. ഈ ദേശത്തിന്റെ മുമ്പുണ്ടായിരുന്ന മൂപ്പന്മാരുടെ പ്രാർത്ഥനകൾ അത് അവിടെ നിലനിൽപ്പുണ്ട്. നമ്മളാണ് അതിനുള്ള മറുപടി. Every time a meeting is placed, it is an answer to someone's prayer and expectation. എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് സംഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റാരുടെയോ പ്രാർത്ഥനയുടെ മറുപടിയാണ് ആ മീറ്റിംഗ്. And I want to tell you, gospel preaching, the gospel is not a preaching competition. It is an urgent message from the king. നമ്മൾ സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രസംഗ മത്സരമല്ല, മറിച്ച് ദൈവത്തോട് മാനവജാതിയോട് അറിയിക്കാനുള്ള ഒരു അർജന്റ് മെസ്സേജ് ആണ് സുവിശേഷം എന്ന് പറയുന്നത്. We are not here to raise up heavenly feast or tell that other churches are bad. No, we are here to preach an urgent message which is from the king, that he is returning soon and he is preparing his bride. ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് സ്വർഗീയ വിരുന്ന് നല്ലതാണെന്ന് മറ്റെല്ലാ സഭകളും മോശമാണെന്ന് പറയാനല്ല, ദൈവത്തിൽ നിന്നുള്ള വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു ദൂത് ഈ ദേശത്തോട് അറിയിക്കുന്നുണ്ട്. നമ്മുടെ രാജാവ് അവൻ വേഗത്തിൽ മടങ്ങി വരും. You should understand the difference between democracy and kingdom. നിങ്ങളും ഞാനും ദൈവരാജ്യവും ജനാധിപത്യ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. The church is not democracy. സഭ എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിലുള്ളതല്ല. How does democracy work? എങ്ങനെയാണ് ജനാധിപത്യ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്? We vote and put someone in authority. നമ്മൾ വോട്ട് ചെയ്ത ചില വ്യക്തികളെ അധികാരത്തിൽ കൊണ്ടുവരും. And all those in authority join together and select a leader. അവരെല്ലാം കൂടെ ചേർന്ന് അവരുടെ ഒരു നേതാവിനെ തീരുമാനിക്കും. And then that becomes the cabinet. അതാണ് മന്ത്രിസഭ എന്ന് പറയും. And then they advise the leader what to do. എന്നിട്ട് ആ മന്ത്രിമാരാണ് ആ നേതാവിനെ ഉപദേശിക്കുന്നത് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന്. So it goes by common advice. അത് ഒരു പൊതുവായ ഉപദേശത്തിലൂടെയാണ് അത് മുമ്പോട്ട് പോകുന്നത്. That is democracy. അതാണ് ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. But the kingdom is not so. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല. You should remember, നിങ്ങൾ ഓർക്കണം, the great kingdoms which are here, the Greek kingdom, the Roman Empire, all these were there when this Bible was written. ഗ്രീക്ക് സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും ഒക്കെ ദൈവവചനം എഴുതുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാമ്രാജ്യങ്ങളാണ്. It was the Roman Empire that was ruling Jerusalem. യെരുശലേം ഭരിച്ചുകൊണ്ടിരുന്നത് റോമൻ ഭരണാധികാരിയായിരുന്നു. And now how does the kingdom operate? ഇത് നോക്കിയാട്ടെ, എങ്ങനെയാണ് ദൈവരാജ്യം പ്രവർത്തിക്കുന്നത്? Kingdom. Hallelujah. The kingdom, the king selects some people. രാജാവ് ചില വ്യക്തികളെ തെരഞ്ഞെടുക്കും. And they don't advise the king, they do what the king advises them. ആ തെരഞ്ഞെടുക്കുന്നവർ രാജാവിനെ ഉപദേശിക്കുകയല്ല, മറിച്ച് രാജാവ് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് അവരോട് പറഞ്ഞു കൊടുത്ത് അവരുടെ രാജ്യത്തിൽ നിവർത്തിക്കും. That is why Jesus said, you did not choose me, I chose you. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. So that is why a preacher of the gospel cannot tell what he thinks. He has to speak what he hears from the king and speak. അതുകൊണ്ടാണ് ഒരു ശുശ്രൂഷകന് തനിക്ക് ഇഷ്ടമുള്ളത് പറയുവാൻ കഴിയില്ല. ദൈവം എന്താണോ പറയുന്നത് അത് മാത്രമേ അവന് പറയുവാൻ കഴിയൂ. Even tonight, ഇന്ന് രാത്രിയിലും I am here from the message of the king. ഞാൻ ഇന്ന് രാത്രിയിലും രാജാവിന്റെ സന്ദേശം അറിയിക്കുവാൻ വന്നതാണ്. The King of Kings, Jesus Christ. രാജാതിരാജനായ യേശുവിന്റെ സുവിശേഷം. Hallelujah. Hallelujah. That is why അതുകൊണ്ടാണ് when the New Testament was written, പുതിയ നിയമം എഴുതുമ്പോൾ it was written in Greek. അത് ഗ്രീക്ക് ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. And this group was called ecclesia. ആ കൂട്ടത്തെ വിളിച്ച പേരാണ് എക്ലീസിയ എന്നുള്ളത്. The king appointed group which will rule or give the message and implement the message that the king says. രാജാവ് പറയുന്നത് പോലെ രാജാവ് പറയുന്ന കാര്യങ്ങൾ അത് പ്രവർത്തിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നു. They are influencers. They go about with the message of the king. അവർ മുഴുവൻ പോയി രാജ്യങ്ങളെ സ്വാധീനിക്കുന്നത് രാജാവിന്റെ സന്ദേശവുമായിട്ടാണ് പോയി സ്വാധീനിക്കുന്നത്. They cannot deviate. അവർക്ക് വ്യതിചലിക്കുവാൻ കഴിയില്ല. They cannot say of their own. അവരുടെ എന്തെങ്കിലും സ്വയം കാര്യം അവർക്ക് പറയുവാൻ കഴിയില്ല. Now that Greek word ecclesia is translated to English the word church. ആ എക്ലീസിയ എന്ന് പറയുന്ന ഈ ഗ്രീക്ക് ഭാഷ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ അതാണ് ചർച്ച്, സഭ എന്ന് പറയുന്നത്. And then that is what Jesus said. അതാണ് യേശു പറഞ്ഞത്, I will appoint my ecclesia. ഞാൻ എൻ്റെ എക്ലീസിയെ
I will build my church, ഞാൻ എന്റെ സഭയെ പണിയും, and the gates of hell will not prevail against it. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. You and me are a part of the ecclesia, ഞാനും നിങ്ങളും ആ എക്ലീസിയയുടെ ഭാഗമാണ്. meaning to say അതിന്റെ അർത്ഥം we all are responsible to execute what God has given through Jesus Christ. യേശുക്രിസ്തുവിനുള്ള പിതാവാം ദൈവം നമുക്ക് തന്ന കാര്യങ്ങൾ നിവർത്തിച്ചെടുക്കുവാൻ ബാധ്യസ്ഥരാണ് നിങ്ങളും ഞാനും. Unfortunately, നിർഭാഗ്യവശാൽ we made it into a religion. നമ്മൾ അതൊരു മതമാക്കി. Instead of executing what Jesus said, we made our own part, the worship, everything, deciding upon our mind. But it was not so. യേശു പറഞ്ഞ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിന് പകരം നമ്മൾ നമ്മളുടെ രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുവന്നു. എന്നാൽ അത് അങ്ങനെ ആയിരിക്കുകയല്ലായിരുന്നു വേണ്ടിയത്. We became secluded in a hall in a building. നമ്മൾ പലപ്പോഴും ഒരു ചെറിയ ഹോളിനകത്തോട്ട് നമ്മൾ ഒതുങ്ങിപ്പോയി. But the kingdom was not that. എന്നാൽ രാജ്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല. The ecclesia was everywhere. ആ എക്ലീസിയ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളതാണ്. You and me are light among the perverse generation. ഈ നശിച്ചു പോകുന്ന തലമുറയിൽ ലോകത്തിന്റെ വെളിച്ചമാണ് നിങ്ങൾ ഞാനും. If you believe that, shout an amen. അത് വിശ്വസിക്കുന്ന ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. Hallelujah. Hallelujah. And that is why അതുകൊണ്ടാണ് in Matthew chapter number 16. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ. Now before I go, let me start with the words of Jesus. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് യേശുവിന്റെ വാക്കുകളിലൂടെ പറഞ്ഞ് ഞാൻ ആരംഭിക്കട്ടെ. Revelation chapter number 1. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. This is the word of Jesus. ഇത് യേശുവിന്റെ വാക്കാണ്. Do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. Do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. Turn to someone and say, do not be afraid. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, നിങ്ങൾ ഭയപ്പെടരുത്. Do not be afraid. 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 നിങ്ങൾ ഭയപ്പെടരുത്. Hallelujah. Do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. He is talking to John who is in Patmos. പത്മോസിലായിരുന്ന യോഹന്നാനോട് യേശു പറയുകയാണ്, നീ ഭയപ്പെടരുത്. Because surrounding it is impossibilities. ചുറ്റുപാട് നോക്കിയാൽ അസാധ്യതകൾ മാത്രമേ ഉള്ളൂ. But here is the King of Kings എന്നാൽ ഇവിടെ രാജാതിരാജാവ് talking to John. യോഹന്നാനോട് സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി I'm standing here ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ instead of Jesus, യേശുവിന് പകരം for Jesus, യേശുവിന് വേണ്ടി I'm telling you, ഞാൻ നിങ്ങളോട് പറയുകയാണ്, do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. Do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. Do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. Of any circumstances. എന്ത് സാഹചര്യമായിക്കൊള്ളട്ടെ. Any circumstances. എന്ത് സാഹചര്യമായിക്കൊള്ളട്ടെ. Because you can do all things. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് സകലതും through കഴിയും. Christ who is inside of you. നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തു Do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. Do not be afraid. ഭയപ്പെടരുത്. Why? എന്തുകൊണ്ട്? Do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. Why? എന്തുകൊണ്ട്? I am the first and the last. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. I am he who lives. ഞാൻ ജീവനോടെ ഇരിക്കുന്നവനാകുന്നു. I was dead. ഞാൻ മരിച്ചവനായിരുന്നു. I was dead. ഞാൻ മരിച്ചവനായിരുന്നു. But behold, എന്നാൽ കാൺമീൻ, I am alive. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. This is the word of Jesus. ഇത് യേശുവിന്റെ വാക്കാണ്. What is he saying? എന്താണ് യേശു പറയുന്നത്? I began your work. ഞാൻ നിങ്ങളിൽ പ്രവൃത്തി ആരംഭിച്ചു. I chose you. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. I started it. ഞാൻ അത് ആരംഭിച്ചു. I will end it. ഞാൻ അത് I അവസാനിപ്പിക്കും. am your Alpha and Omega. ഞാനാണ് നിങ്ങളുടെ ആൽഫയും നിങ്ങളുടെ I ഒമേഗയും. started it. ഞാനാണ് അത് ആരംഭിച്ചത്. I chose you. അത് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. I will finish it. ഞാൻ അത് പ്രവർത്തിക്കും. No power on earth can stop you. ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും No തടയാൻ കഴിയില്ല. circumstance can stop ഒരു you. സാഹചര്യവും തടയാൻ കഴിയില്ല. The one in you നിങ്ങളിൽ ഇരിക്കുന്നത് is the glory of God. അവൻ ദൈവത്തിന്റെ മഹത്വമാണ്. The church, സഭ, the ecclesia, എക്ലീസിയ should take his position അവന്റെ അധികാരം and എടുത്താട്ടെ. tell the devil, എന്നിട്ട് പിശാചോട് പറയണം, devil, പിശാചേ, you cannot touch any home. നിനക്ക് ഒന്നും തൊടുവാൻ കഴിയില്ല. You cannot touch any homes. ഒരു ഭവനത്തെ തൊടുവാൻ കഴിയില്ല. ഒരു കുടുംബത്തെ തൊടാൻ പറ്റത്തില്ല. ഒരു ഭവനത്തെ തൊടാൻ പറ്റത്തില്ല. യേശുവിന്റെ ശരീരം ഇന്ന് ഈ ഭൂമിയിൽ നിൽപ്പുണ്ട്. I am the
beginning and the end. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. I am the beginning and the end. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. I am the beginning and the ഞാൻ end. ആദ്യനും അന്ത്യനുമാകുന്നു. This is Jesus. ഇത് യേശു പറയുകയാണ്. This is Jesus. യേശുവാണ്. When he says, do not be afraid, അവൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ there is a reason to say, അത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. He is saying, അവൻ പറയുന്നത് I was dead. ഞാൻ മരിച്ചവനായിരുന്നു. I was dead. ഞാൻ But മരിച്ചവനായിരുന്നു. I have come back alive. എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുന്നു. With the keys of heads and days. ഓ, പലയിടത്തിന്റെ പാതാളത്തിന്റെ താക്കോലുകൾ എന്നിലുണ്ട്. Do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. Turn to someone and say, do not be afraid. അടുത്തിരിക്കുന്നവർ പറ, നിങ്ങൾ ഭയപ്പെടരുത്. The one in you is greater. നിങ്ങളിൽ ഇരിക്കുന്നവൻ വലിയവൻ. The one in you is greater. നിങ്ങളിൽ ഇരിക്കുന്നവൻ വലിയവൻ. I will build my church. ഞാൻ എന്റെ സഭയെ പണിയും. I will build my church. ഞാൻ എന്റെ സഭയെ പണിയും. And no one can stop the church. ആർക്കും സഭയെ തടയുവാൻ കഴിയില്ല. The church will go forward. ഓ, സഭ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. The gates of hell will go backward. പാതാള ഗോപുരങ്ങൾ പുറകോട്ട് പോകും. Don't be cold. നിങ്ങൾ തണുത്തിരിക്കരുത്. Don't be cold. നിങ്ങൾ തണുത്തിരിക്കരുത്. I pray tonight ഇതിനകത്ത് ഞാൻ that പ്രാർത്ഥിക്കുന്നു. the fire of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ അഗ്നി will stir you up. നിങ്ങളെ ജ്വലിപ്പിക്കട്ടെ. Will stir you up. പരിശുദ്ധാത്മാവിന്റെ And you will be ignited. ഓ, നിങ്ങൾ ജ്വലിക്കൂ. And you will say, ഓ, നിങ്ങൾ പറയൂ. I will not sleep anymore. Shabalaka. ഞാൻ മരിച്ചവനായിരുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. എന്നാൽ ഇപ്പോൾ മരിച്ചവനല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ എന്റെ കയ്യിൽ ഉണ്ട്. ഇനി റോമൻ കൈസർ അല്ല തീരുമാനിക്കുന്നത് നീ ഇവിടെ കിടക്കണമെന്ന്. നിന്നെ നാട് കടത്തിയതല്ല, നിന്നെ സ്വർഗം കാണിക്കാൻ കൊണ്ടുവന്ന. നാട്ടുകാരല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. നിന്റെ രോഗം ഹല്ലേലൂയ നിന്നെ തകർക്കത്തില്ല. ദൈവം നിയമിച്ചിരിക്കുന്ന ആയുസ്സ് മുഴുവൻ പരിപൂർണ ആരോഗ്യത്തോടെ ആരംഭിച്ചവനായി പറയുന്നേ ഞാൻ ആൽഫയും ഒമേഗയും. നിന്റെ ആരംഭം നിന്റെ അവസാനം ഞാൻ കുറിക്കുന്ന നാട്ടുകാരല്ല. നിന്റെ രോഗബന്ധനങ്ങൾ മാത്രമല്ല, നിന്റെ വസ്തുവിന്റെ അതിരെ പോലും, നിന്റെ ദൈവം തന്ന നിന്റെ നന്മകളുടെ അതിരെ പോലും ഒരുത്തരും തൊടത്തില്ല. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല. റോമൻ കൈസർ അല്ല നീ ചാകണോ ജീവിക്കണോ തീരുമാനിക്കുന്നത്. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അടുത്ത ലെവൽ ഉയർത്താന്, നിന്റെ പ്രശ്നങ്ങൾ സ്വർഗം കാണിക്കാന് മാത്രമല്ല. നിന്റെ കയ്യിൽ, എന്റെ കയ്യിൽ പേന, എന്റെ കയ്യിൽ താക്കോലുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ ഞാനൊരു പേന തരിക. എഴുതുക. സഭ തണുത്തിരിക്കത്തില്ല. സഭ എന്ന് പറയുന്നത് തണുപ്പ് പാപമാണ്. ദൈവമായിട്ട് ബന്ധമുള്ളവൻ അഗ്നിജ്വാല പോലെ കത്തും. പരിശുദ്ധാത്മാവിന്റെ അഗ്നികൾ കത്തിച്ചലിക്കും. കത്തുന്ന ഒരുത്തന്റെ അടുത്തും തൊടാൻ പറ്റത്തില്ല. അകത്തിരിക്കുന്ന മഹത്വത്തിന്റെ ബല അറിയുന്നവർ കരങ്ങളൊക്കെ അടിച്ച് ആത്മാവിൽ ഇന്ന് രാത്രി I was dead, I am alive. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു. Don't misunderstand, I am alive. നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ജീവനോടെ And you are my evidence, I am alive. ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ളതിന്റെ ഭൂമിയിലെ തെളിവാണ് നിങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും ഒരു തെളിവാണ് യേശു ജീവനോടെ ഉള്ളതിന്റെ. പിശാച് തെളിവ് മായ്ക്കാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ നടക്കത്തില്ല. ഉയർത്തെഴുന്നേറ്റവൻ അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ളവൻ സമ്മതിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾ എക്ലീസിയായെ ജയിക്കത്തില്ല. പാതാള ഗോപുരം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഗോപുരവാതിൽക്കലാണ് പട്ടണ മൂപ്പന്മാരുടെ എക്ലീസിയ കൂടുന്നത്. ഗേറ്റിലാണ് പട്ടണ മൂപ്പന്മാർ കൂടി അവര് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ പിശാചിനുമുണ്ട് ഒരു കൂട്ടം, പിശാചിനുണ്ട് ഒരു പാർലമെന്റ്. ഇനി മേലാൽ സഭയാ തീരുമാനിക്കുന്നത്. പാതാള ഗോപുരത്തിന്റെ തീരുമാനങ്ങൾ നടക്കയില്ല. ആ കൈയൊന്ന് കോർത്തു പിടിച്ച് ഭൂമിയിൽ നിങ്ങൾ 2 പേർ തീരുമാനിച്ചാൽ രാജ്യസഭ തീരുമാനിക്കും. ഹല്ലേലൂയ. ഇതാ ലോകസഭ. ഇവിടെ ഓവ് എന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് ആമേൻ എന്ന് പറയും. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ
ഐക്യമതയോടെ ഒരു കാര്യത്തിൽ നിങ്ങൾ അഴിക്കുന്നത് മരിച്ചവന്റെ വാക്കല്ല, ഇത് ഉയർത്തെഴുന്നേറ്റ ഈ വചനത്തിന്റെ ജാമ്യക്കാരനായ ഹല്ലേലൂയ യേശുവിന്റെ വാക്ക് നിങ്ങൾ അനുവദിച്ചാലേ നടക്കത്തുള്ളൂ. നിങ്ങൾ അഴിച്ചാൽ, ഒന്നിച്ചഴിച്ചാൽ. അതുകൊണ്ട് പിശാചിന് ഈ ഭൂമിയിൽ ഏക പേടിയുള്ള പാർട്ടിയാണ് നീ. പിശാചിനാകെ നിന്നെ കാണുമ്പോൾ ചങ്കുപൊട്ടും. മാത്രമല്ല, സഭ ഒന്നിച്ചു നിന്നാൽ അവന്റെ അടിത്തറ ഇളകും. 800 കോടിയെ തൊടുന്ന ഒരു ഉണർവിനായി സകല സഭകളെ ഉപയോഗിക്കാൻ പോവാ. അതിന്റെ മധ്യത്തിൽ എവല്യ ഫീസ്റ്റിനെ ഒരു മാതൃകയാക്കി എന്റെ കർത്താവ് നിർത്തും. ഐക്യതയ്ക്കും സ്നേഹത്തിനും ഈ മീറ്റിംഗ് കേവലം പെസഹാ മുതൽ ഈസ്റ്റർ വരെ മാത്രമല്ല, എവല്യ ഫീസ്റ്റ് സഭയ്ക്കകത്ത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഭിന്നിച്ചിരിക്കരുത്. നമുക്ക് ഭിന്നത ഇല്ല. കുറയാൽ കുഞ്ഞു കാര്യങ്ങളിൽ പോലും തങ്കുമലന്റെ എല്ലാ കാര്യങ്ങളും എനിക്കും എന്റെ എല്ലാ കാര്യങ്ങളും തങ്കുമലനും കഴിഞ്ഞ 30 വർഷമായി ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ല, ഞങ്ങൾ തമ്മിൽ ദർശനത്തിന്റെ സ്നേഹത്തിലാണ്. ഒറ്റ ആത്മാവിൽ ആമേൻ. നമ്മളെല്ലാം മാറ്റങ്ങളുള്ളവരാ. പക്ഷെ എന്റെ നാമത്തിൽ നിങ്ങൾ കൈകോർത്താൽ നിങ്ങൾ അഴിക്കുന്നത് അഴിഞ്ഞിരിക്കും, നിങ്ങൾ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും. ഇന്ന് നിങ്ങളെ കൈപിടിച്ചിരിക്കുന്ന വ്യക്തിയുമായിട്ട് അവരുടെ വീട്ടിൽ ഒരു വിഷയം കൽപ്പിച്ച് ഇന്ന് വിടുതല ആ രോഗത്തിന്മേലൊന്ന് കൽപ്പിച്ച് ഇന്ന് വിടുതല. ആ നഷ്ടപ്പെട്ട മകൻ മടങ്ങി വരാൻ കൽപ്പിച്ച് ഇപ്പോൾ വിടുതല. നിങ്ങൾ വന്നിരിക്കുന്ന ദേശങ്ങളെ അനുഗ്രഹിച്ച്, നിങ്ങളുടെ അയൽവക്കംകാരെ അനുഗ്രഹിച്ച്, അവരുടെ കുടുംബങ്ങളിൽ അനർത്ഥം നടക്കത്തില്ലെന്ന് പ്രഖ്യാപിച്ച് ഇപ്പോൾ അതിവിടെ നടക്കുമോ? കാര്യങ്ങളെ അടിച്ചുകൊണ്ട് വലിയൊരു അഗ്നി, വലിയൊരു അഭിഷേകം ഈ ഗ്രൗണ്ട് മുഴുവൻ. ഹല്ലേലൂയ, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഒന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി, ശത്രുവേദ ഒന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലേ, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം. ഹല്ലേലൂയ 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 ജയമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ജയമേ, ഹല്ലേലൂയ 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 ആമേൻ, ഹല്ലേലൂയ 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 ആമേൻ. ജയം 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 എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം. വലിയൊരു അഗ്നി നാമത്തിനു ജയം ജയം. രാജരാജ സൈന്യത്തിന്റെ നായകനായി ഉള്ളതിന ജയം ജയം, നായകനായി ഉള്ളതിന ജയം ജയം. രാജരാജ സൈന്യത്തിന്റെ മുമ്പിൽ തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുമ്പിൽ നായകനായി ഉള്ളതിന ജയം ജയം നിശ്ചയം, നായകനായി ഉള്ളതിന ജയം ജയം നിശ്ചയം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുന്നിലായി, തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുന്നിൽ നായകനായി ഉള്ളതിന ജയം ജയം നിശ്ചയം, നായകനായി ഉള്ളതിന ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം 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 ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഞാൻ ശുദ്ധരായി തീർന്നു, ശുദ്ധരേഖതാൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷകാസുരിനകന്നു ചെതിലെന്നൊരു കവിതാൽ സ്മരിക്കും. എന്റെ ഞാൻ ആയുസിനാളെല്ലാം നന്ദിയോടടി വണങ്ങും. ഓ സ്തുതിക്കും എന്റെ ഞാൻ ആയുസിനാളെല്ലാം നന്ദിയോടടി വണങ്ങും. ഓ ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. എല്ലായിടത്തും എല്ലായ്പ്പോഴും നമുക്ക് ജയത്തിന്റെ ഉത്സവം. 3 പേരെ തൊട്ട് അത്ഭുതം
അത്ഭുതം അത്ഭുതം പറഞ്ഞേ. നിങ്ങളൊരു അത്ഭുതം എന്ന് പറഞ്ഞേ. നിങ്ങൾ അത്ഭുതത്തിന്റെ എവിഡൻസ് എന്ന് പറഞ്ഞേ. നിങ്ങൾ അത്ഭുതത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞേ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നിങ്ങൾ ഞാനും അടയാളമാണ്, അടയാളം നടത്തുന്നവരാ. എന്തിന്റെ അടയാളം? യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടുണ്ടെന്ന്. ഇരുന്നു. Hallelujah. 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 You are the evidence. നിങ്ങളാണ് ആ തെളിവ്. You are the evidence നിങ്ങളാണ് ആ തെളിവ്. that Jesus is alive. യേശു ജീവനോടെ ഉണ്ടെന്നുള്ള തെളിവ് നിങ്ങളും ഞാനുമാണ്. The Bible says, ബൈബിൾ വചനം പറയുന്നു, Jesus is saying, യേശു പറയുകയാണ്, do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. I began it, ഞാൻ ആരംഭിച്ചു, I will close it. ഞാൻ അത് പൂർത്തീകരിക്കുന്നു. Because I am not dead anymore. എന്തുകൊണ്ടെന്നാൽ ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഞാൻ ജീവനോടെ ഉള്ളവനാണ്. People are celebrating Easter, but I am celebrating life in Christ Jesus. ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള ജീവൻ ഞാൻ ആസ്വദിക്കുന്നു. Hallelujah. Hallelujah. He is alive. അവൻ ജീവനോടുണ്ട്. He is alive. അവൻ ജീവനോടുണ്ട്. That is the message. അതാണ് സന്ദേശം. He is alive. അവൻ ജീവനോടെയുണ്ട്. He is real. അവൻ റിയൽ ആണ്. You and me are the evidence. നിങ്ങൾ ഞാനുമാണ് അതിന്റെ തെളിവുകൾ. Turn to someone and say, you are the evidence. അടുത്തിരിക്കുന്നവർ പറ, നിങ്ങളാണ് അതിന്റെ തെളിവ്. You are the evidence. നിങ്ങളാണ് അതിന്റെ തെളിവ്. You are the evidence. നിങ്ങളാണ് അതിന്റെ തെളിവ്. You are the evidence. നിങ്ങളാണ് അതിന്റെ തെളിവ്. Jesus said, യേശു പറഞ്ഞു, these signs will follow those who believe. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവരെ പിന്തുടരും. വിശ്വസിക്കുന്നവരാൽ അടയാളം പിന്തുടരും. ഏതടയാളം? എന്തിന്റെ അടയാളം? ഇലകൾ അനങ്ങുമ്പോ കാറ്റുണ്ടെന്ന അടയാളമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ രോഗികൾ സൗഖ്യമാകുമ്പോൾ, ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവശക്തിയുടെ വ്യാപരിക്കുമ്പോൾ, കടബാധ്യതയല്ല ഭൂമിയിലുള്ള സകലതും നിങ്ങൾ അഴിച്ചില്ലേ, അഴിഞ്ഞെന്ന് വിശ്വസിക്കുമ്പോൾ അടയാളമാകും യേശു ജീവനോടെ ഉണ്ടെന്ന്. These signs will follow. ഈ അടയാളങ്ങൾ നിന്നെ പിന്തുടരും. In my name, എന്റെ നാമത്തിൽ you will cast out demon. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. Tonight, ഇന്ന് രാത്രി any demon എല്ലാ who is tormenting the families, കുടുംബങ്ങളെ നശിപ്പിക്കുന്ന പിശാച്, tormenting the children, തലമുറകളെ നശിപ്പിക്കുന്ന the പിശാച്, church is taking authority. സഭ അധികാരമെടുക്കുകയാണ്. Ecclesia is taking authority. അധികാരമെടുക്കുകയാണ്. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ let the generation തലമുറകൾ be free. യേശുവിന്റെ സ്വതന്ത്രരാകട്ടെ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ let every debt be cancelled. എല്ലാ കടങ്ങളും നീട്ടപ്പെടട്ടെ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ every demon എല്ലാ പിശാചും will leave in Jesus' name. യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. Every addiction, എല്ലാ every seduction, in the name of Jesus, leave. യേശുവിന്റെ നാമത്തിൽ എല്ലാ അഡിക്ഷനുകളും എല്ലാം വിട്ടുമാറട്ടെ. He said, this will be the sign. Jesus said, this will be the sign. യേശു പറഞ്ഞു, ഇതാണ് അടയാളം. And the word says, ദൈവവചനം പറയുന്നു, and the Lord working with them. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. കാണാൻ മേലെങ്കിലും എന്റെ കൂടെ ഇവിടെ നിപ്പുണ്ട്. നിങ്ങളുടെ കൂടെ നിപ്പുണ്ട്. പ്രവർത്തിക്കാൻ നിപ്പുണ്ട്. നിങ്ങളുടെ വാ യേശുവേ എന്ന് പറയുമ്പോൾ അതിന്റെ മേൽ പ്രവർത്തിക്കാൻ നിങ്ങൾ അനുവാദം കൊടുക്കുക. Prayer is the forceful intervention of God into your crisis. പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ വെല്ലുവിളികളിൽ ദൈവത്തെ ഇടപെടുവാൻ നിങ്ങൾ അനുവദിക്കുന്നതാണ് പ്രാർത്ഥന. നിർബന്ധമായി ഇടപെടും. ആമേൻ. എന്റെ മക്കളാ ചോദിച്ചേ, നീ ആരെ തടയാൻ എന്ന് പിശാചിനോട് യേശു പറയും. എന്റെ നാമത്തിൽ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞിട്ട്, ഇതൊക്കെ പോക്കറ്റിൽ വെച്ചോണ്ടാണ് ചുമ്മാ നടക്കുന്നത്. ഇതൊക്കെ പോക്കറ്റിൽ വെച്ചോണ്ടാണ്. ലോഡഡാ. You are fully loaded. നിങ്ങൾ നിറയപ്പെട്ടവരാണ്. Pull the trigger. ട്രിഗർ വലിച്ചാട്ടെ. The name of Jesus. യേശുവിന്റെ നാമത്തിൽ. Send the name of Jesus. യേശുവിന്റെ നാമത്തിൽ അയച്ചാട്ടെ. To that circumstance. നിങ്ങളുടെ സാഹചര്യങ്ങളോട് Every mountain will be made plain. എല്ലാ മലകളും നിരന്നു വരും. Every knee will bow. എല്ലാ മുട്ടുകളും പടരും. Because Jesus Christ the Lord is alive. യേശു കർത്താവ് ഇന്നും ജീവനോടെ ഉണ്ട്. If you believe it, അത് വിശ്വസിക്കുന്നെങ്കിൽ prophesy to the dry bones. നിങ്ങളുടെ ജീവിതത്തിൽ ഉണങ്ങി ചെതറി കിടക്കുന്നതിന് നിങ്ങളുടെ വാമൊഴിയായി തന്നെ, നിങ്ങളുടെ വാമൊഴിയായി തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞത് എന്റെ നാമത്തിൽ, വിശ്വാസി എന്ന് പറഞ്ഞില്ല, പാസ്റ്റർ എന്ന് പറഞ്ഞില്ല, എന്റെ നാമത്തിൽ, എന്റെ നാമത്തിൽ വിശ്വസിച്ചവൻ വിളിച്ചു പറഞ്ഞാൽ അത് അതുപോലെ തന്നെ നടക്കും. തങ്കു ബ്രദർ കൈവക്കാൻ നിൽക്കണ്ട.
മുഴുവൻ നിങ്ങളുടെ അകത്തും ഇരിപ്പുണ്ട്. The whole angel മുഴുവൻ ദൂതന്മാരും is getting ready. അവർ തയ്യാറായി നിൽക്കുകയാ. Just that a child will speak in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഒരു കുഞ്ഞു പോലും പറഞ്ഞാൽ, When you speak, നിങ്ങൾ അത് പറയുമ്പോൾ, the Bible says, വചനം പറയുന്നു, Psalms 103:20, സങ്കീർത്തനം 103:20, ദൈവത്തിന്റെ ശബ്ദത്തിലേക്ക്, ദൈവത്തിന്റെ വചനത്തേക്ക് മല്ലന്മാരായ ദൂതന്മാർ ഇറങ്ങി പുറപ്പെടും. ഞാൻ ചോദിക്കട്ടെ, ഇത് വെറുതെയാണോ? ഇത് വെറുതെയാണോ സത്യമാണോ? ഇത് വെറുതെയാണോ സത്യമാണോ? സത്യമാണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ അന്ന് ഇന്നും ഇത് ശക്തമാണ്. സുവിശേഷം വിടുവിക്കാൻ ശക്തിയുള്ളതാ. യേശുവിന്റെ നാമം വിടുവിക്കാൻ ശക്തിയുള്ളതാ. എനിക്ക് 100 മണിക്കൂർ ഇവിടെ പ്രസംഗിക്കണ്ട. ഇത് മാത്രം ഇന്ന് രാത്രി മനസ്സിലായെങ്കിൽ വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും ഈ രാജാധിരാജന്റെ നാമത്തിൽ പറഞ്ഞാൽ എല്ലാം മുഴങ്കാലും മടങ്ങും. ഈ കുമ്പനാട് ഞങ്ങൾ കഥ പറയാൻ വന്നതല്ല, ഹെവൻലി ഫീസിന്റെ കാര്യം പറയാൻ വന്നതല്ല. ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഉണ്ട്. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ പറഞ്ഞതുപോലെ മടങ്ങി വരികയും ചെയ്യും. അതുവരെ, മടങ്ങി വരുന്നവരെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്തിലുള്ള വിശ്വാസം? അവന്റെ നാമത്തിലുള്ള വിശ്വാസം. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? എന്നാ നിങ്ങളുടെ സ്വന്തം സാഹചര്യത്തോട് യേശുവിന്റെ നാമത്തിൽ മുട്ടും മടക്കം കൽപ്പിച്ചേ. എന്റെ കുഞ്ഞിനെ തൊടാൻ പറ്റത്തില്ലെന്ന് അമ്മയും അപ്പനും പറഞ്ഞേ. നടക്കത്തില്ലെന്ന് എന്റെ നാമത്തിൽ, in my name, എന്റെ നാമത്തിൽ unclean spirits will leave. അശുദ്ധാത്മാക്കൾ വിട്ടുമാറും. In my name, എന്റെ നാമത്തിൽ you will lay hand on the sick. നിങ്ങൾ രോഗികളുടെ മേൽ കരം വെച്ചാൽ. ഒരു പാസ്റ്ററിനും കോൺട്രാക്ട് കൊടുത്തിട്ടില്ല, വിശ്വസിക്കുന്നവർക്ക് തന്ന അധികാരമാണ്. ഒരു സഭയ്ക്കും കോൺട്രാക്ട് കൊടുത്തിട്ടില്ല. ഈ യേശുവിന്റെ നാമം എക്ലീസിയയ്ക്ക് കൊടുത്തിരിക്കുന്നേ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കാ കൊടുത്തിരിക്കുന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വെല്ലുവിളി വന്നാലും ഒരൊറ്റ വാക്ക്, യേശുവിന്റെ നാമത്തിൽ. ചിലർ തമാശയായിട്ട് എടുക്കും. അവർക്ക് ഇത് തമാശ, ഞങ്ങൾക്ക് ഇത് ഗൗരവമാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വിശ്വസിക്കല്ല, ഞങ്ങൾക്കറിയാമെന്ന് ഞങ്ങളുടെ അകത്ത് നിത്യജീവൻ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമെന്ന്. ഞങ്ങൾ പറയുമ്പോൾ അവൻ കേൾക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാമെന്ന്. അവൻ കഴിക്കുന്നുവെങ്കിൽ മറുപടി കൂടെ തരുമെന്ന്. അവന്റെ നാമം ഉപയോഗിക്കാൻ എല്ലാവർക്കും അനുവാദം തന്നെങ്കിൽ ഞങ്ങൾക്കറിയാം. സൈന്യത്താലല്ല ഇത്, എന്തോ പ്രത്യേക അഭിഷേകമല്ല. അവന്റെ നിറവിൽ നിന്നും, അവന്റെ നിറവിൽ നിന്നും, യേശുവിന്റെ നിറവിൽ നിന്നും, യേശുവിന്റെ നിറവിൽ നിന്ന് പറയുമ്പം ഒരു ചെറിയ കുടം നിറച്ചല്ല കിട്ടുന്നത്. ജീവിക്കുന്ന ജലത്തിന്റെ നദികളുടെ ഉറവിടമാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. ഒരു നദിയുടെ അല്ല, നദികളുടെ ഉറവിടം നിങ്ങളുടെ അകത്തൂടെ പുറപ്പെട്ടിരിക്കുന്നതാ. ഒന്ന് വിശ്വസിച്ചേ. നിങ്ങൾ നടക്കുമ്പോൾ അത്ഭുതം നടക്കും. നിങ്ങൾ ഒരു ദേശത്ത് ചവിട്ടിയാൽ അവിടുത്തെ ദുഷ്ടാത്മ മുട്ടുമടക്കും. നിങ്ങൾ വിശ്വസിച്ചേ. ഇന്ന് വൈകുന്നേരം ഭവനത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ ഭവനത്തിന്റെ ഇരുട്ട് മാറി. ക്രിസ്തു, ക്രിസ്തു വെളിച്ചമല്ല, വെളിച്ചം ക്രിസ്തുവാ. People say Jesus is the light. He is not the light. Light is Jesus. ലോകക്കാർ പറയും യേശു വെളിച്ചമാണ്. അല്ല, വെളിച്ചമെന്ന് പറയുന്നത് സൂര്യൻ ഉണ്ടാക്കുന്ന മുമ്പേ വെളിച്ചമായിരുന്നു. അവന്റെ വെളിച്ചമാ, അവന്റെ വെളിച്ചമാ. വചനം പറയുന്നു, ഇനിയും സൂര്യനല്ല നിന്റെ വെളിച്ചം, രാത്രി ചന്ദ്രനല്ല, നിന്റെ മേൽ ദൈവത്തിന്റെ തേജസ്. കരങ്ങളെല്ലാം ഉയർത്തേ. There is an extraordinary presence over here. അസാധാരണമായ ഒരു സാന്നിധ്യം ഇതിന്റെ മധ്യത്തിലുണ്ട്. Open your mouth. അതിരങ്ങളെ തുറന്ന് Speak to your business. നിങ്ങളുടെ ബിസിനസ്സിനോട് സംസാരിച്ചാട്ടെ. Don't speak about your problem. നിങ്ങളുടെ പ്രശ്നത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. നിങ്ങളുടെ വെല്ലുവിളികളെ കുറിച്ചല്ല പറയേണ്ടത്, നിങ്ങളുടെ വെല്ലുവിളിയോടാ പറയേണ്ടത്. മരത്തോടാ യേശു പറഞ്ഞേ.
ഹല്ലേലൂയ. കാക്കയോടെ കൽപ്പിച്ചേ. എലീശ, that man, ആ മനുഷ്യൻ, that man, ആ വ്യക്തി made the iron float. ദൈവമേ, ഇത് പൊക്കണ അല്ല. He spoke and it obeyed. അത് പറഞ്ഞപ്പോൾ ഇരുമ്പ് കോടാലി തല പൊങ്ങി വന്നു. Joshua asked the sun to stop. യോശുവ സൂര്യനോട് പറഞ്ഞു നിൽക്കുക. What do you mean by that? അതിന്റെ അർത്ഥം എന്താണ്? Time stopped. അത് നിന്നു. Time stopped. സമയം അവിടെ നിന്നു. Rotation stopped. ഭൂമിയുടെ കറക്കം അവിടെ നിന്നു. Revolution stopped. ആ മുഴുവൻ കറക്കം നിന്നു. Whole galaxy stopped. ആ മുഴുവൻ ഗാലക്സി നിന്നു. One little man called Joshua. യോശുവ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ, He spoke. അവൻ പറഞ്ഞു, And the creation obeyed. ആ സൃഷ്ടി മുഴുവൻ അനുസരിച്ചു. And the Creator today is inside of you. സൃഷ്ടിതാവ് നിന്റെ അകത്തിരിക്കുന്നു. Challenge yourself. നിങ്ങളെ തന്നെ വെല്ലുവിളിച്ചാട്ടെ. Use the name of Jesus. യേശുവിന്റെ നാമം ഉപയോഗിച്ചാട്ടെ. And you will dance and rejoice. സന്തോഷിച്ചു. And you will say, നിങ്ങൾ പറയും, Blessed be the name of Jesus. യേശുവിന്റെ നാമത്തിൽ മഹത്വം. Blessed be the name of Jesus. യേശുവിന്റെ നാമത്തിൽ മഹത്വം. You are a witness. നിങ്ങൾ തെളിവാണ്. You are a witness. നിങ്ങളാണ് ആ തെളിവ്. You may be seated. നിങ്ങൾക്ക് ഇരിക്കാം. You may be seated. നിങ്ങൾക്ക് ഇരിക്കാം. You are a witness. നിങ്ങളാണ് ആ തെളിവ്. Oh, I cannot stop. I cannot come. Please stand up. Please stand up. എഴുന്നേറ്റ് എല്ലാം എഴുന്നേറ്റ്. Mighty outpour is happening. വളരെ വലിയൊരു പകർച്ചയുടെ മധ്യത്തിൽ സംഭവിക്കുക. Very mighty outpour is happening. വലിയ പകർച്ചയുടെ മധ്യത്തിൽ സംഭവിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി വാ തുറന്നേ. ഉണങ്ങി ചെതറി കിടക്കുന്ന അസ്ഥിയുടെ താഴ്വരയിൽ എസെക്കേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു, എന്നതാ അഭിപ്രായം, ഇത് ജീവിക്കുമോ? എസെക്കേൽ പറയുന്നു, അറിയത്തില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് പറയാൻ പറ്റത്തില്ല. ഭൗമിക മണ്ഡലത്തിൽ മനുഷ്യനധികാരം നീ കൽപ്പിച്ചോ. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും ആത്യന്തരം എനിക്ക് ചെയ്യാൻ കഴിവുണ്ട്. പക്ഷെ നിന്റെ വായിലെ വാക്ക് എനിക്ക് വേണം. നിരാശയുടെ വാക്കുകളല്ല, പ്രത്യാശയുടെ വാക്കുകൾ. യേശുവിന്റെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ധൈര്യത്തോടെ പറ. ഇന്ന് രാത്രി എത്ര വലിയ വെല്ലുവിളിയാണേലും ഉണങ്ങി ചെതറി കിടക്കുമ്പോൾ സാധ്യതയൊന്നുമില്ല. പക്ഷെ എസെക്കേൽ ദൈവം പറഞ്ഞ വാക്ക് അതുപോലെ അങ്ങ് കേട്ടു, പ്രവചിച്ചു. അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ 4 ചുറ്റിനും കാറ്റങ്ങ് വന്നു. The rattling of the bones. അതതിന്റെ സ്ഥാനത്ത് അസ്ഥികൾ ചെല്ലാൻ തുടങ്ങി, മാംസം വരാൻ തുടങ്ങി. ഒരു വലിയ സൈന്യം സാധ്യതയില്ലാത്ത സ്ഥാനത്ത് ഇന്ന് നിന്റെ നാവിലൂടെ യേശു എന്ന് വിളിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിലെ വിഷയം ഇന്ന് തീർന്നേ മതിയാകത്തുള്ളൂ. ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോഴല്ല, എന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു നിമിത്തം, യേശുവിന്റെ നാമം നിമിത്തം എന്റെ ഈ വിഷയം മാറിയേ മതിയാകത്തുള്ളൂ. വിസ റിലീസ് ആയേ പറ്റത്തുള്ളൂ. Who do you think Jesus is? He's not a toy to play around with. He's serious. He's King of Kings, Lord of Lords. Do not be afraid. യേശു ആരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു കളിതമാശ അല്ല. നിങ്ങൾ ഭയപ്പെടരുത്. Do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. I began it. ഞാനാണ് അത് ആരംഭിച്ചത്. I chose you to be my ecclesia. എന്റെ സഭയായി ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. You did not choose me. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല. നിന്നെ ഞാൻ തെരഞ്ഞെടുത്തെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ കൂടെ you were not elected but selected to be the ecclesia by the King of Kings and the Lord of Lords. You are here to execute whatever the King has spoken. ഓ രാജാധിരാജൻ, കർത്താധികർത്തൻ, അവൻ നിങ്ങളെ എന്നെയും തന്റെ എക്ലീസിയായി തെരഞ്ഞെടുത്തതാ. അവൻ പറഞ്ഞത് നിറക്കെടുത്തതല്ല, തെരഞ്ഞെടുത്തതാ. അബദ്ധവശാലല്ല. അമ്മയുടെ ഗർഭത്തിന് വരുന്ന മുമ്പേ നിന്നെ പേര് ചൊല്ലി വിളിച്ചതാ. സാധാ പേരല്ല, ഓമന പേര് ചൊല്ലി. My first encounter with Jesus. എന്റെ യേശു കർത്താവുമായിട്ടുള്ള ആദ്യത്തെ കണ്ടുമുട്ടൽ. When he came into my room, എന്റെ മുറിയിൽ അവൻ വന്നപ്പോൾ, he didn't call me Matthew Kurula. എന്നെ മാത്യു കുരുവിള എന്നല്ല അവൻ വിളിച്ചത്. He had called me Tangu. എന്നെ വിളിച്ചത് തങ്കുവേ എന്നാ വിളിച്ചത്. I was afraid. ഞാൻ ഭയപ്പെടുന്നു പോയി. Who is this voice? ഇത് ആരുടെ ശബ്ദമാ? I saw a brighter than the brightest, and he called me again Tangu.
തങ്കു. ഒരു വലിയ വെളിച്ചം ഞാൻ കണ്ടു. ആ ശബ്ദത്തിനകത്തുനിന്ന് എന്നോട് വീണ്ടും പറഞ്ഞു തങ്കു എന്ന് വിളിച്ചു. Today I am not known as Matthew Kurula anywhere, but the name I am talking about God. ഞാൻ ദൈവത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. This is not a fable or made up story. ഇതൊരു കേൾവി കഥയല്ല. Jesus, the Son of God, യേശു ദൈവപുത്രൻ came to this earth, അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. revealed the Father, പിതാവിനെ വെളിപ്പെടുത്തി, died on the cross, ക്രൂശിൽ മരിച്ചു, 3 days, 3 ദിവസം, and he rose up. അതിനുശേഷം ഉയർത്തെഴുന്നേറ്റു. He is in you today. ഇത് രാത്രി അവൻ നിങ്ങളിലുണ്ട്. He is in you today. അവൻ നിങ്ങളിലുണ്ട്. And the good news, ആ സുവിശേഷം, he is there to surety as the word. ആ ദൈവവചനത്തിന്റെ ആണയായി ജാമ്യക്കാരനായിട്ട് അവൻ നിൽക്കുന്നു. ആമേൻ. Hebrews 7:22, he is the surety of the word. എബ്രായർ 7:22 അവൻ പുതിയ നിയമത്തിന്റെ ജാമ്യക്കാരനാകുന്നു. എന്ന് പറഞ്ഞ പ്രശ്നത്തിന്റെ വലിപ്പം നോക്കണ്ട, അവൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പെറ്റ തള്ള കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല, നരയോളം ഞാൻ നിന്നെ ചുമക്കാം. ഇതേ പറഞ്ഞത് മനുഷ്യനല്ലാത്തത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാം. There is something extraordinary happening in this ground. അസാധാരണമായ ചിലത് ഈ ഗ്രൗണ്ടിൽ Not only സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. in this ground, ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, it is happening in every neighborhood. ഈ അയൽവക്കത്തും ചുറ്റുപാടും ഇത് It is സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. happening in Kerala. കേരളം മുഴുവൻ ഇത് I believe it സംഭവിക്കുന്നു. is happening in India. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ മുഴുവൻ Because സംഭവിക്കുന്നു. in the spiritual realm there is no distance. എന്തുകൊണ്ടെന്നാൽ ആത്മമണ്ഡലത്തിൽ ദൂരത്തെ പ്രശ്നമല്ല. Lift your hand അക്കരങ്ങളെ ഉയർത്തിക്കൊണ്ട് and speak to your problem. നിങ്ങളുടെ പ്രശ്നത്തോട് സംസാരിച്ചു. Speak to your problem. നിങ്ങളുടെ പ്രശ്നങ്ങളോട് സംസാരിച്ചു. Speak to your problem. നിങ്ങളുടെ വെല്ലുവിളികളോട് സംസാരിച്ചു. Speak to your problem. നിങ്ങളുടെ വെല്ലുവിളികളോട് സംസാരിച്ചു. Speak to your problem. നിങ്ങളുടെ വെല്ലുവിളികളോട് സംസാരിച്ചു. കണ്ടോണ്ടിരിക്കുമ്പോൾ ലൈവിൽ ഇന്നർ ചേംബറിൽ ഇത് കണ്ടോണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ വീടുകളിൽ ലൈവിൽ അതായത് കണ്ടോണ്ടിരിക്കുന്നവർ, ലോക രാജ്യങ്ങളിൽ ഇത് കണ്ടോണ്ടിരിക്കുന്ന വീടുകളിൽ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നുകൊണ്ട് ഈസ്റ്റർ നിങ്ങളുടെ വീട്ടിൽ തീരത്തില്ല. ഉയർത്തെഴുന്നേറ്റവൻ, അതെ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആ ദ്വീപിൽ ഇറങ്ങിച്ചെന്നവൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുക. അസ്ഥി കുമ്പാരങ്ങളോട് പ്രവചിച്ചാട്ടെ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുക. ഇത് കണ്ടോണ്ട് ഇവിടെ നിൽക്കുന്ന മക്കളെ, വിദേശത്ത് നിന്റെ കുഞ്ഞിന്റെ അടുക്കൽ കർത്താവ് ഇപ്പോൾ വന്നിരിക്കുക. പ്രതിസന്ധിയുള്ള നിന്റെ വീട്ടിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്പോൾ വന്നിരിക്കുന്നത് വെറും നീതിയിലല്ല, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, അഗ്നിജ്വാലിക്കത്തെ കണ്ണുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, വലിയ പെരുവെള്ളം ഇരച്ചു വരുന്ന പോലെ ശബ്ദമുള്ളവൻ നിന്റെ മധ്യത്തിൽ അവൻ ഉലാവുകയാ. സഭയുടെ മധ്യത്തിൽ അവൻ ഉലാവുകയാ. നിന്നെ തൊടത്തില്ല. എല്ലാവരും ഒന്ന് എരമ്പൽ ശബ്ദത്തോടെ അവനെ ആർപ്പോടെ സ്തുതിച്ച് spiritual gifts be stirred up. Let the spiritual gifts be stirred up. Where you cannot reach, the angels can reach. He is going to the ICUs. Where you cannot reach, he is reaching. All those who believe. ഞാൻ പറയാം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി, മിണ്ടാതിരിക്കല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും. My God is a working God. എന്റെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവം. Working God. എന്റെ ദൈവം പ്രവർത്തിക്കുന്നവൻ. He is working. ഇന്ന് രാത്രിയും അവൻ പ്രവർത്തിക്കുന്നു. Only your flesh can stop him. ജഡമാണ് അതിനെ തടയുവാൻ കഴിയുന്നത്. Let the flesh be broken. ആ ജഡം പൊളിയട്ടെ. And allow the Holy Spirit to lead you. പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. There is no limitation. നിങ്ങൾക്ക് ഒരു പരിധിയുമില്ല. There is no limitation. ഒരു പരിമിതികളുമില്ല. There is no place which is hidden from him. നിങ്ങളുടെ അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. No place in the world. ഈ ലോകത്തിലെ ഒരു സ്ഥലവും He cannot see. അവന് കാണാത്തതായിട്ടില്ല. Speak here. നിങ്ങൾ ഇവിടെ പറയുമ്പോൾ Deliverance is happening there. അവിടെ അത്ഭുതം നടക്കും. Can you shout hallelujah? ഒരൊക്കെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Something is happening here. അസാധാരണമായ ചില സംഭവിക്കും. Something is happening here. അസാധാരണമായ ചില സംഭവിക്കും. Keep on worshiping. എല്ലാവരും ആരാധിച്ചുകൊണ്ടിരുന്നാട്ടെ. I cannot
cannot go further. എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. There is a wave of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഒരു തിരമാല. There is a wave of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ തിരമാല. It is not by might. ശക്തിയാലെയല്ല. It is not by power. ബലത്താലെയല്ല. It by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ. Holy Spirit. പരിശുദ്ധാത്മാവിനാൽ. Again I want to tell you. വീണ്ടും പറയട്ടെ. Now the Bible says. വചനം പറയുന്നു. John 3:34. യോഹന്നാൻ 3:24. He does not give the Spirit by measure. അവൻ അളവ് കൂടാതെ ആത്മാവിനെ കൊടുക്കുന്നവൻ. അളന്നു കൊടുക്കുന്നതല്ല, ദാഹിച്ചാണ് വന്നിരിക്കുന്നേ, ജീവിക്കുന്ന ജലത്തിന്റെ അവൻ വചനം പറയുവാൻ, ആ രോഗികളെ സൗഖ്യമാക്കുവാൻ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അളവല്ല, അളവില്ലാതെ and holy, holy, holy are you. Thank you, Jesus. Something extraordinary is happening. അസാധാരണമായത് ചിലത് സംഭവിക്കുകയാണ്. കരങ്ങളെല്ലാം ഉയർത്തി. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിട്ടിട്ട് പോകത്തില്ല. ഞാൻ പോയാൽ ഒന്ന്, നിങ്ങൾ നീതീകരിക്കപ്പെടും, രണ്ട്, കാര്യസ്ഥൻ വരും. അതാ പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2 പറയുന്നത്, ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അവന്റെ വാഗ്ദത്തമാണ്. The Holy Spirit is the biggest promises of all promises. എല്ലാ വാഗ്ദത്തങ്ങളെക്കാളും ഏറ്റവും വലിയ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. And that is why the Bible says, അതുകൊണ്ടാണ് വചനം പറയുന്നത്, all the promises ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും is yes and amen. അത് ഉവ്വെന്നും ആമേനെന്നുമാണ്. And he has guaranteed us അവൻ അത് ഉറപ്പ് നൽകിയതാണ്. by giving the Holy Spirit. പരിശുദ്ധാത്മാവിനെ നൽകിയത് ഉറപ്പ് നൽകി. Can you say thank you Jesus? കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. You are qualified. നിങ്ങൾ യോഗ്യരാക്കപ്പെട്ടു. You are delivered. നിങ്ങൾ വിടുവിക്കപ്പെട്ടു. You are delivered. നിങ്ങൾ വിടുവിക്കപ്പെട്ടു. You are delivered. നിങ്ങൾ Not വിടുവിക്കപ്പെട്ടു. 1 or 2 days, ever. എന്നേക്കുമായി As long as Jesus is alive, യേശു ജീവനുള്ളിടത്തോളം കാലം dwell in that deliverance. ആ വിടുതൽ അവിടെ നിലനിൽക്കും. He said, peace I live unto you. ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് യേശു പറഞ്ഞു. He said, peace I live unto you. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനമാ തരുന്നേ. ഈ ഭൗമികമായ ശുശ്രൂഷ മണ്ഡലത്തിൽ ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടിയ സമാധാനം, ഉയരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ സമാധാനം, ഞാൻ ഉയരത്തിൽ പോകുന്നു, ഇത് എനിക്ക് ഇനി ആവശ്യമില്ലത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അടുത്ത വചനമായ ഏറ്റവും അത്യാവശ്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങാൻ നിങ്ങൾ അനുവദിക്കരുത്. ഡു നോട്ട് അലൗ, നിങ്ങൾ അനുവദിക്കരുത്. ഫിയർ, ഭയം, ഇന്റിമിഡേഷൻ, cowardice, do not allow. നിങ്ങൾ അതിനെ ഒന്നും അനുവദിക്കരുത്. ഇന്ന് സ്വന്തന്മാരോട് കൈവച്ചിട്ട് നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നടക്കത്തില്ല. And the peace that surpasses all understanding will come upon your heart. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സംവിധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കും. This Jesus spoke very, very, very simple things. യേശു കർത്താവ് വളരെ 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 ലളിതമായ കാര്യങ്ങളാണ് But പറഞ്ഞത്. it is a very, very important thing. എന്നാൽ അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. Don't speak about your challenge. നിങ്ങളുടെ വെല്ലുവിളികളെ കുറിച്ച് നിങ്ങൾ പറയേണ്ട. Speak about the glory of Jesus. യേശുവിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞാട്ടെ. Don't speak about what is happening. എന്തിപ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയാനല്ല. Speak what will happen. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? Everything is over. എന്തുകൊണ്ട് സകലം He said, നിവർത്തിക്കപ്പെട്ടു. fear not. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട. There are many challenges in this world, നിങ്ങളുടെ മുമ്പിൽ കഷ്ടങ്ങൾ ഉണ്ടാകാം. but be of good cheer. എന്നാൽ നിങ്ങൾ ഉത്സാഹിച്ചു തുള്ളുവീൻ. I have overcome the world. ഞാൻ സകലത്തെ മറികടന്നിരിക്കുന്നു. Rejoice. ആനന്ദിപ്പീൻ. Rejoice. ആനന്ദിപ്പീൻ. That is the joy of the Holy Spirit. അതേ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. Today afternoon I was not feeling sleepy. I just was flipping the word. ഇന്ന് രാത്രി ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. I saw a word. ഞാനൊരു വചനം കണ്ടു. The Arimathea, Joseph of Arimathea, അരിമത്തിലെ ജോസഫ് going to Pontius Pilate. ആ പൊന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ ചെല്ലുകയാണ്. Give me the body. ആ ശരീരം എനിക്കിതാ. Give me the body. ആ ശരീരം എനിക്കിതാ.
The Bible says വചനം പറയുന്നു he was already a disciple of Jesus. അവനും യേശുവിന്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. ജോസഫിന് വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാം. ശരീരം ഇങ്ങോട്ട് തന്നേരെ. പീലാത്തോസ് പറഞ്ഞു, അതിന് ഇത്രയും പെട്ടെന്ന് മരിച്ചോ? ശതാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കിച്ചോ മരിച്ചോ എന്ന്. അയാൾ പോയി കുന്തം കുത്തി തിരിച്ചു വന്നിട്ട്, സാറേ മരിച്ചു, എന്നാ കൊണ്ടുപോയിക്കോ. ആ കൊണ്ടുപോകുന്ന ആളിനെ അറിയാവുന്നവനാ ജോസഫ്. അവന്റെ സ്വന്തം കല്ലറയിൽ കയറ്റി. അപ്പൊ അവര് പറഞ്ഞു, ഇത് വലിയ കുഴപ്പമാ, സീൽ ചെയ്തോളാൻ പറഞ്ഞു. I know the excitement which was inside of Joseph. ആ ജോസഫിന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ഉത്സാഹം എനിക്കറിയാം. Nicodemus knew him. നിക്കോദമസിന് അത് അറിയാമായിരുന്നു. Joseph knew him. ജോസഫിന് അത് അറിയാമായിരുന്നു. He knew the excitement. ആ ഉത്സാഹം അവൻ He അറിയാമായിരുന്നു. knew that the life will be only for 3 days. അന്നുകൊണ്ടാണ് ഈ മരണം ഒരു 3 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന് അറിയാമായിരുന്നു. The truth will come to life. ആ സത്യം ജീവനിലേക്ക് മടങ്ങി വരും. He was waiting. അവൻ കാത്തിരുന്നു. He was waiting. അവൻ കാത്തിരുന്നു. He was waiting before his tomb. അവൻ ആ കല്ലറയ്ക്ക് മുമ്പിൽ കാത്തിരുന്നു. This is my imagination. ഇത് എന്റെ ഭാവനയാണ്. When I was reading, ഞാൻ വായിക്കുമ്പോൾ I was thinking ഞാൻ ഇങ്ങനെ ചിന്തിക്കും, the excitement of Joseph. യോസഫിന്റെ ഉത്സാഹം. He knew this is Christ. അവൻ അറിയാം ഇത് ക്രിസ്തുവാണ്. He will raise up as he has spoken. അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേൽക്കും. Give the body, please. ആ ശരീരം എനിക്ക് താ. Give the body, ആ please. ശരീരം എനിക്ക് താ, I please. want to put in my tomb. എന്റെ കല്ലറയ്ക്കകത്ത് അവനെ വെക്കണം. I want to put in my tomb എന്റെ കല്ലറയിൽ അവനെ because വെക്കണം. I know എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. I am a believer. ഞാനൊരു വിശ്വാസിയാണ്. I know എനിക്കറിയാം. as he has said, അവൻ പറഞ്ഞതുപോലെ he will raise up. അവൻ ഉയർത്തെഴുന്നേൽക്കും. He will raise up. അവൻ ഉയർത്തെഴുന്നേൽക്കും. Jesus is alive. യേശു ജീവനോടെയുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ മർമ്മങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഒറ്റ കാര്യം അറിയാം, യേശു ജീവനോട്. ഞാൻ ആൾക്കാർ പറയായിരുന്നു, ഇവൻ തുള്ളലും ചാട്ടില്ലല്ലോ, വചനം അറിയില്ല. കറക്റ്റ്, വചനം അറിയത്തില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം അറിയായിരുന്നു, രോഗികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ കൈവച്ച സൗഖ്യമാകും. വലിയ അടിസ്ഥാനമൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം അറിയായിരുന്നു, ഭൂമിയിൽ ബന്ധിച്ചാൽ സ്വർഗത്തിൽ ബന്ധിക്കും. കൂടുതൽ വിവരമൊന്നും വേണ്ട ഇതറിയാൻ. കൂടുതൽ പോയി അതിന്റെ ഡിസെക്ട് ചെയ്ത് നോക്കണ്ട. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ആർക്ക് അത്ഭുതം എന്ന് ഞാൻ പറയാം. എന്റെ മേൽ ശാപമില്ല. ഒച്ചത്തി പറഞ്ഞ്, ഞാൻ ശപിക്കപ്പെട്ടവനല്ല, ഞാൻ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. ആത്മീയമായ സകല അനുഗ്രഹങ്ങളും ഭൗതികമായ സകല അനുഗ്രഹങ്ങളും ക്രിസ്തു മുഖാന്തരം എന്റെ മേലുണ്ട്. അല്ല, ഉറച്ചു പറയണം, ഞാൻ പാപിയല്ല. ക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ. വചനം പറയുന്നു വീണ്ടെടുക്കപ്പെട്ടവൻ. അത് വിളിച്ചു പറയട്ടെ, നല്ല ഒച്ചത്തിൽ പറ, ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാ. യേശുവിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനാ. യേശുവിന്റെ ഉയർപ്പിനാൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാ. അതുകൊണ്ട് ദൈവം എന്റെ കൂട്ടുകാരനായി മാറി, എന്റെ അപ്പായി മാറി. അതാ റോമർ 4:25 പറയുന്നത്. നിങ്ങളുടെ എന്റെ അതിക്രമ നിമിത്തം അവൻ മരിച്ചു, നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ മഹാപുരോഹിതൻ തന്റെ സ്വന്തം രക്തം കൊണ്ട്, എബ്രായർ 9:24 പറയുന്നു, അതിവിശുദ്ധ സ്ഥലത്ത്, കൈകളാൽ പണിയപ്പെടാത്ത ആ അതിവിശുദ്ധ സ്ഥലത്ത് സുപ്രീം ജസ്റ്റിസ് ഇരിക്കുന്ന, മഹത്വത്തിന്റെ പിതാവ് ഇരിക്കുന്നവന്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും പകരക്കാരനായ ഞങ്ങളുടെ മഹാപുരോഹിതൻ എന്നേക്കും ജീവിച്ച് നിരിക്കുന്നവൻ, നല്ല മധ്യസ്ഥൻ, നല്ല ഇടതളക്കാരൻ, നല്ല ഉടമ്പടി, ശ്രേഷ്ഠമേറിയ വാഗ്ദത്തമായ തന്റെ രക്തം കൊണ്ട് പിതാവിന്റെ മുമ്പിൽ ചെന്ന് പുതിയൊരു ഉടമ്പടി ആരംഭിച്ചു. അതോടെ ഞാൻ യോഗ്യനാ, ഞാൻ യോഗ്യനാ, ഞാൻ വിടുവിക്കപ്പെട്ടതാ. പറ, യേശുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാ. ഭയം അടുത്തുനിന്ന് പോലും അടുക്കരുത്, നടക്കത്തില്ല. The devil wants to attack your identity. നിന്റെ വ്യക്തിത്വത്തെ തൊടാനാണ് പിശാച് നോക്കുന്നത്. നീ ആരാണെന്ന് നീ അറിയാതെ ഇരിക്കാനാ പിശാചിന്റെ തന്ത്രം. യേശു സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു.
സ്നാനപ്പെട്ട് വെളിയിൽ ഇറങ്ങി ഉടനെ ഒരു സാറ് കൂടെ കൂടി, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനെ അപ്പം ആക്കിക്കേ. എന്റെ ഭാഷയിൽ പറഞ്ഞ, എടാ ഉവ്വേ, ഞാൻ വെറും പുത്രനല്ല, പ്രിയപുത്രനാ, പോയി നിന്റെ പണി നോക്ക്. ഇന്ന് രാത്രി നിങ്ങൾ കാളക്കിടക്കടയോ ആട്ടിൻ കൊറ്റന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതല്ല, അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ട് വീണ്ടെടുത്തതല്ല. ഇത് യേശുവെന്ന ഹല്ലേലൂയ പുണ്യ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ, നീതിദാനം ലഭിച്ച സഭ, കൃപദാനം ലഭിച്ച സഭ ജീവിതത്തിൽ വാഴാനാ സഭയാ തീരുമാനിക്കണ്ടേ. അതാ പിശാചിന്റെ തന്ത്രം. സഭയ്ക്കകത്ത് എങ്ങനെയും കൺഫ്യൂഷൻ കൊണ്ടുവരും. 40 ദിവസം എടുത്തു ഈ ശിഷ്യന്മാരെ 120 ഒരു മനസ്സാക്കാൻ യേശുവിന്. 40 ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം ഒന്നിച്ചൊന്ന് പിടിച്ചിരുത്താനാ മെനക്കേട്. പക്ഷെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശു ഇവിടെ ഉണ്ടെന്ന്? എന്നാ പെട്ടെന്ന് കാര്യം നടക്കുന്ന, പെട്ടെന്ന് 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 നിഷേധിക്കാനാവാത്ത തെളിവുകളാൽ അവൻ ജീവിക്കുന്നു എന്ന് തെളിയിച്ച് കാണിച്ച പെട്ടെന്ന് ഒരു കൊടിയ കാറ്റെന്ന പോലെ അഗ്നിനാവുകൾ വന്നു. അന്ന് വന്നത് വീണ്ടും 10-ാം അധ്യായത്തിൽ വീണ്ടും വന്നു, വീണ്ടും വന്നു. ഇന്ന് കുമ്പനാട്ട് ഇവിടുന്ന് അനേക വിശുദ്ധന്മാരുടെ കണ്ണീര് നാളുകളായി നിലവിളിക്കുന്നതിന്റെ ഫലം ഇന്ന് അതിന്റെ മറുപടിയായി എത്ര പേർ പറയും, ഞങ്ങൾ ലജ്ജ കൂടാതെ യേശുവിന്റെ സുവിശേഷത്തെ കുറിച്ച് ഞങ്ങൾക്ക് ലജ്ജയില്ല. കാരണം അത് ശക്തിയാ. The gospel is the power of God. സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാകുന്നു. Gospel is the power of God. സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാകുന്നു. This is not an entertainer. ഇത് ഒരു ഇതൊരു എന്റർടൈൻമെന്റ് അല്ല. It is the raw power of God which will set you free. നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. കർത്താവിനോട് പറഞ്ഞു, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെവിക്കകത്ത് ഇംബാലൻസ് കാരണം ഇന്ന് ഇവിടുന്ന് ആടി ആടി വന്നയാൾ നേരെ എഴുന്നേറ്റ് ഇന്ന് ഇവിടെ നടന്നു പോകും. സൗഖ്യങ്ങളോടെ വ്യാപരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഇന്നർ ചേമ്പർ കാണുന്നവരിൽ, ഇത് കേട്ടോണ്ടിരിക്കുന്നവരിൽ സൗഖ്യങ്ങൾ വ്യാപരിക്കുകയാണ്. മറ്റൊരു കാഴ്ച കൂടെ കർത്താവിനെ കാണിച്ചു. തങ്കു ബ്രദറെ, ഭിന്നിച്ചു പോയ കുടുംബം, ഭിന്നിച്ചു പോയമാരും ഇവിടെ ഇത് കണ്ടോണ്ടിരുന്ന് കൽപ്പിക്കുമ്പോൾ അത്ഭുതമായി ഒന്നിച്ചുകൂടും. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഇന്നർ ചേമ്പറെ കണ്ടോണ്ട് ഒരു ഭർത്താവും ഒരു ഭാര്യയും രണ്ടിടത്തിരുന്ന് കാണുകയാണ്. പിരിഞ്ഞു പോയതാ. തിരുവല്ല ഡയോസിസിൽ പിരിഞ്ഞു പോയതാ. രണ്ടുപേരും ഒരേ പ്രോഗ്രാം ഒന്നിച്ചു കാണുമ്പോൾ രണ്ടരുടെ ഇടയിലുണ്ടായിരുന്ന ദുരാത്മാവ് പൊട്ടി. രണ്ടുപേരും കൂടെ ഒന്നിച്ചുകൂടി. കഴിഞ്ഞ TV മീറ്റിംഗിന് രണ്ടുപേരും കൈകോർത്ത് ഒന്നിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് ഇവിടെ പിരിഞ്ഞു വന്ന കുഞ്ഞ് ഡിവോഴ്സ് ലെറ്റർ അടിച്ചത് വീണ്ടും ഒന്നിച്ചുകൂടും. ഇതിന്റെ ഇടയിലെല്ലാം ഭൂതവാ. അതിനെ ശാസിക്കുന്ന എക്ലീസിയ എവിടെ നിൽക്കുന്നത്? ചില വ്യക്തികൾ പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇവിടെ കൽപ്പിക്കുമ്പോൾ വീട്ടിൽ വിടുതല, വിദേശത്ത് വിടുതല, അന്യഭാഷയിലൊന്ന് ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ ആ രോഗസൗഖ്യം വേണ്ടിയവർ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചു. സൈഡിൽ നിൽക്കുന്ന എക്ലീസിയ അവരുടെ മേൽ കൈവച്ചേക്കണം. തങ്കുബ്രതൊന്നും കൈവെക്കാൻ നോക്കിയിരിക്കരുത്. ആ അടുത്ത കൈവൊക്കിയവരുടെ മേൽ നിങ്ങൾ കൈവച്ചോണം. എക്ലീസിയായ ഞാനും ഈ ഉയർത്തുന്ന എന്റെ കർത്താവ് എന്റെ കത്തുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അവരുടെ മേൽ കൈവച്ചു. നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ഈ കൈ യേശുവിന്റെ കൈയാ. ഈ കൈ നോക്കിക്കേ, ഇത് യേശുവിന്റെ കൈ എന്ന് പറഞ്ഞേ. നിങ്ങളുടെ കാലുകളെ നോക്കിക്കേ, ഇത് യേശുവിന്റെ കാലുകളാ. ഇവിടെ എവിടെ ഏത് തകർന്ന വീട്ടിലും ഈ കാൽ വെച്ചാൽ ആ തകർന്ന വീട് തകർച്ചയിൽ നിന്ന് മാറി അത് പുതുതായി കുടുംബജീവിതം അവിടെ യോജിക്കും. നിങ്ങൾ യേശുവിന്റെ പകരക്കാരാണെന്ന് വിശ്വസിച്ചേ. കടബാധ്യതകൾ നിൽക്കുന്ന പലരും, തങ്കുബ്രദറടക്കം ഞാനടക്കം, സാമ്പത്തിക തകർച്ചയുടെ ആഴം കണ്ടതാ. ഇതാരും തന്നതല്ല. യേശുവിന്റെ നാമത്തിൽ
ചങ്ങലകൾ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വന്ന ദുഷ്ടപിശാച് ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ നിന്ന് കൈയെടുക്കുന്ന ആ മെലിഞ്ഞ കരം എന്നെ കാണിക്കുന്നത്, ഒരു വരണ്ട കരം ഇന്ന് രാത്രി നിന്റെ നന്മയും നിന്റെ ബിസിനസ്സും, തീർന്ന ബിസിനസ്സുകൾ വീണ്ടും ആരംഭിക്കും. അടച്ചുപൂട്ടിയ കടകൾ വീണ്ടും തുറക്കും യേശുവിന്റെ നാമത്തിൽ. ശുശ്രൂഷ അടുത്ത് തകർന്ന ചില പാസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തിയാൽ നിന്നെ വിളിച്ച വിളിയിൽ വീണ്ടും കർത്താവ് ഉപയോഗിക്കാൻ പോവാ. കാര്യം അടിച്ച് കൽപ്പിച്ചു. അടുത്ത് നിൽക്കുന്നവരുടെ മേൽ, രോഗിയാണെങ്കിൽ എന്ന് പറഞ്ഞ് എന്റെ മേൽ കൈവെക്കാൻ പറ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ചേർന്ന് കൽപ്പിച്ച് രോഗി കൈ ഉയർത്തിപ്പിടിച്ചു. കർത്താവിനെ കാണിച്ചായിരുന്നു ഇയർ ഇംബാലൻസ്, നാടിപ്പോവാ. ഇന്നിപ്പോൾ ഇവിടെ വെച്ച് സൗഖ്യമാകും. ഏത് രോഗമായിക്കോട്ടെ, നിങ്ങൾ പ്രൂഫാണ്. യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ളതിന്റെ പ്രൂഫാ. കൈ ഉയർത്തിപ്പിടിച്ചവരുടെ മേൽ, അതെ, ആ ബ്രദർ പഠിപ്പിച്ച പോലെ, അതുപോലെ നെഞ്ചേൽ കൈവെക്കേണ്ടവരുടെ നെഞ്ചേൽ കൈവെക്കണം. യേശുവിന്റെ നാമത്തിൽ ബന്ധനം അഴിയും. യേശുവിന്റെ നാമത്തിൽ നെബൂബറേ സഹോദരന്റെ മേൽ കൈവച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി വിടുതൽ ഈ ഗ്രൗണ്ടിൽ ആകെ വ്യാപരിക്കുക. അന്ധകാര കെട്ടുകൾ പൊട്ടുക. ശുശ്രൂഷകർ എന്റെ ഇടവഴി നടന്നു, അങ്ങോട്ടൊന്ന് പതുക്കെ ഒന്ന് നടന്നു എന്ന് യേശുവിന്റെ നാമത്തിൽ ചങ്ങലകൾ പൊട്ടുകയാണ്. ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് ഇക്ലീസിയ ഒന്നിച്ച് കൈകോർക്കുമ്പോൾ അവൻ കെട്ടിയ കെട്ടുകൾ അഴിയുക, അവന്റെ ബന്ധനങ്ങൾ പൊട്ടുക. എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗത്തെ യേശുവിൻ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കാൻ. തളർന്ന് ഇവിടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ മദ്യപാന കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ അഡിക്ഷനും തകരട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. ലൈവിൽ ഞങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന, ഇന്നർ ചേംബർ കണ്ടോണ്ടിരിക്കുന്ന മക്കളുടെ മേലെ വീടുകളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ജപ്തി നടക്കുമെന്ന് പറഞ്ഞ വീട്ടിൽ അടുത്ത മുറിയും കൊണ്ട് പണിത് അവർ താമസിക്കട്ടെ. ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നു പറഞ്ഞ അടുത്ത പറമ്പുകൾ കൂടെ തിരിച്ചു തന്ന് അതിനകത്ത് പുരാതന സമ്പത്തിന് പണിയുന്നവൻ ഈ വീട്ടിൽ നടന്നെങ്കിൽ നടക്കട്ടെ. നിന്റെ മകൻ നഷ്ടപ്പെടത്തില്ല, മകൾ നഷ്ടപ്പെടത്തില്ല. പിരിഞ്ഞ കുടുംബങ്ങൾ ഇന്ന് രാത്രി ഒന്നായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. രോഗമാവേ, തലവേദനകൾ, സ്പോണ്ടിലൈറ്റിസുകൾ, എല്ലാ ശരീരത്തിലെ വ്രണങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. നടുവേദനയുള്ളയാളും കുനിഞ്ഞ ചൊറ്റ ഓട്ടം കൂടെ ഓടിക്കുക. ഓടുന്ന് കുനിയുക, ഓടുക. ആ നടുവേദനയുള്ള വിളി കുനിയുക, ഓടുക. ഓട് ബ്രദറെ, ഓട് കുനിയുക, ചാടുക. ഒറ്റ ഓട്ടം. സാത്താന്റെ കെട്ടിന്ന് പൊട്ടട്ടെ. ഓടിക്കോ ബ്രദറെ, ഇങ്ങോട്ട് ഓടി വന്ന് ഓട്, നല്ലപോലെ ഓട്, ചാട്. ഇങ്ങോട്ട് വന്ന് ചാട് യേശുവിന്റെ നാമത്തിൽ. നല്ല ഓട്, ചാട്. ഇന്നുകൊണ്ട് തീർന്നു. നിന്റെ ജീവിതം തകർക്കത്തില്ല. മതി നിന്നെ തകർത്തത്, നിന്റെ ജീവിതം കോട്ടയത്ത് തകർത്തത്. ഇന്ന് രാത്രി നിനക്ക് അത്ഭുത വിടുതല. ഒന്ന് കുനിഞ്ഞേ. എന്നോടും ദൈവാത്മാ ഈ മകനെ തകർക്കാൻ, കൊല്ലാൻ, ജീവിതം നശിപ്പിച്ചേക്കാവുന്നു പലതവണ പിശാച് നോക്കും. രോഗം മാത്രമല്ല പല തവണ ഇവിടെ ജീവനോട് ഇരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ശരിയല്ലേ? ഒരു ഡ്രൈവറാണ്. ആക്സിഡന്റിൽ പിശാചി തകർക്കാൻ നോക്കി, അല്ലാതെ പല വിഷയങ്ങളിൽ ഇദ്ദേഹത്തെ തകർക്കാൻ നോക്കി. ഇന്ന് നിന്റെ വിടുതല മോനെ, വിടുതല, അനേകരെ വിടുവിക്കാനുള്ള വിടുതല ഇത്. മോനെ അത് കേട്ടെ, മോനെ ബിനീഷ് ഇത് കേട്ട്. അനേകരെ വിടുവിക്കാനാ ദൈവം നിന്നെ വിടുവിക്കും. എവിടെ നിന്ന് വരുമെന്നാ പറഞ്ഞേ? തിരുവനന്തപുരത്തുനിന്ന് വരുവാ. എന്നാ ഇങ്ങ് കയറി വന്ന് ഓടി ഇങ്ങോട്ട് വാ. അനേകരെ വിടുവിക്കാനുള്ള. ഓ തുള്ളിച്ചാടി ആടി പാടി യേശുവേ വാഴ്ത്തു, തുള്ളിച്ചാടി ആടി പാടി രാജാവേ വാഴ്ത്തു, തുള്ളിച്ചാടി ആടി പാടി യേശുവേ വാഴ്ത്തു, തുള്ളിച്ചാടി ആടി
പാടി പാടി ഓക്കേ ആയോ? കുഴപ്പമില്ല. ഇപ്പൊ കാര്യം ഒന്ന് അടിച്ചു കർത്താവിനെ. ഭാര്യ ഡൈവോഴ്സ് ആകാനായിട്ടൊക്കെ തീരുമാനിച്ചു. പക്ഷെ നമ്മളിപ്പം തീരുമാനിക്കുന്നില്ല. നടന്നതുവാ ഇവിടെ വെച്ച് അങ്ങോട്ട് ഇറങ്ങി തോളയിലോട്ട് കെട്ടിപ്പിടിച്ച് മരിക്കത്തില്ല. പറഞ്ഞേ, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോട് കൂടി ഇരുന്ന് യേശുവിന്റെ നാമത്തിൽ വർണ്ണിക്കും. ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോട് കൂടെ ഇരുന്ന് യേശുവിന്റെ നാമത്തെ വർണ്ണിക്കും. ഞാൻ മരിക്കത്തില്ല. കൈ അങ്ങ് കോർത്ത് പിടിച്ചേ. മേലിൽ ഡൈവോഴ്സ് എന്ന് പറഞ്ഞ വന്ന ദൂതനെ കൂടെ വിടാൻ പോവാ. മനസ്സിലായോ? മദ്യപാനം നിർത്തിക്കോണം. മനസ്സിലായോ? തോളയിലോട്ട് കെട്ടിപ്പിടിച്ചു. തോളയിലോട്ട് കെട്ടി. ഇനി മേലിൽ ഇവിടെ ഇത് നടക്കുന്നതേ ഗാനമേളയല്ല, ഇവിടെ നടക്കുന്നത് കലാപരിപാടിയല്ല. ഉയർത്തെഴുന്നേറ്റവനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത് യേശുവാണ്. മനസ്സിലായോ? എൻ്റെ അനിയത്തി ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തിയത്. എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഈ കുടുംബം രക്ഷപ്പെടണേ. രക്ഷപ്പെട്ടിരിക്കുകയെന്ന് വേണ്ടി വന്നതാ. രാവിലെ ഒരു ആവശ്യമായിട്ട് പോകാൻ വേണ്ടി വന്നതാ. വീട്ടില് പോകാൻ നിന്നതാ. പക്ഷെ എങ്ങനെ പോകും? ദൂതം കയറി പിടിച്ചിരിക്കല്ലേ. ഇവിടുന്ന് ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ പോകെ. ഇവിടെ പ്രസംഗിച്ചപ്പോ പറഞ്ഞായിരുന്നു വീട്ടിൽ പോയി എത്ര പേര് 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്നലെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. പോണെന്ന് പറഞ്ഞിരുന്നു. കുഞ്ഞും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു ഇന്നും ഇവിടെ വരാൻ പറ്റണേന്ന്. കണ്ടോ, സഹോദരിയുടെ പ്രാർത്ഥന കേൾക്കൂ യേശു. മനസ്സിലായോ? അങ്കുബ്രദർ മാത്രമല്ല, സഹോദരി പ്രാർത്ഥിച്ചാലും കേൾക്കും. അനിച്ച വന്നത് ഇദ്ദേഹത്തെ കോളറിനെ പിടിച്ച് ദൂതനിക്ക് കൊണ്ടുവന്നു. സഹോദരി തനിച്ച് ആദ്യത്തെ മീറ്റിങ്ങിന് ഞാൻ തനിച്ചാ വന്നത്. ഇവിടെ ഇരുന്ന് ഇവിടെ ആദ്യത്തെ മീറ്റിങ്ങിന് വന്നപ്പോ ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത മീറ്റിങ്ങിന് ഞാൻ ഇവിടെ വരുമ്പോ എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ ഇവിടെ വരണമെന്ന് വിശ്വാസം പറയും. ആമേൻ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ. അതെ, ഈ ദൂതന്മാർക്ക് പണി കൊടുക്കണമെന്ന് പറഞ്ഞേ. ഈ സഹോദരി ദൂതനോട് പറഞ്ഞു, ഒരു സഹോദരിയുടെ ദൂത് ഞങ്ങൾ ഏറ്റെടുക്കുക. കാണുന്നൊന്നും സഹോദരി പറയത്തില്ല, വിശ്വാസം വിളിച്ചു പറയും. ആദ്യം വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു, വിളിച്ചു പറഞ്ഞു ബിനീഷിനോട് പറഞ്ഞു, ബിനീഷ് ആ കൊച്ചിനെ എടുത്തേ രണ്ടുപേര്. അമ്മയുടെ ഇല്ല പോത്തില്ല, സാരില്ല. ആ കൈകൾ നീട്ടിക്കേ. ഈ കൈ യേശുവിന്റെ കൈ. ഈ അനിയത്തി പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതുകൊണ്ട് ഇപ്പം പറയിപ്പിച്ചേ മരിക്കട്ട് ചാകണമെന്ന് പറഞ്ഞതാ. കുഞ്ഞിനെയും കൊന്ന് ചാകണമെന്ന് പറഞ്ഞു. റെജി ബ്രദറെ എന്തിയേ? ഈ മീറ്റിംഗ് ഈ ഒരു സാക്ഷ്യം മതി. കലേശൻ ബ്രദറിന്റെ സാക്ഷ്യമായിരുന്നു കുമ്മനാട്ട മീറ്റിങ്ങിന്. ഈ മീറ്റിങ്ങിൽ ഈ കുടുംബത്തിന്റെ സാക്ഷ്യമായിരിക്കണം. സാക്ഷ്യമാകും ദൈവം യോജിപ്പിച്ചതിന്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം പല പ്രാവശ്യം ഞാൻ അവിടെ ആ സ്റ്റേജിൽ നിന്നപ്പം കണ്ടതാണ്. പല പ്രാവശ്യം പിശാച് കൊല്ലാൻ നോക്കിയത്. പക്ഷെ ഇന്നും ജീവനോട് ഇരിക്കുന്നത് തന്നെ എൻ്റെ അകത്ത് ദൈവം ഞങ്ങളുടെ രണ്ടുപേരും ഒരുപോലെ ദൈവം ഇടപെട്ടു. ആത്മഹത്യകൾ, കൊല്ലാനുള്ള പണികൾ. ആത്മഹത്യ ഇഷ്ടം പോലെ ശ്രമിച്ചു. ഇനി ഞാൻ മരിക്കില്ല. രണ്ടുപേരുടെ കൂടെ അനേകർക്ക് വിടുതലാണ്. മനസ്സിലാകുന്നുള്ളൂ? ഇനി ഈ കാര്യം ചിന്തിക്കുക പോലും വരുത്. യേശുവിന്റെ നാമത്തിൽ പിതാവേ, അങ്ങയുടെ വഴികൾ, അങ്ങയുടെ ജ്ഞാനം ഈ ചെറിയ ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല. അങ്ങ് ആൽഫയും ഒമേഗയുമാണ്. ഈ ഒരു കുടുംബം കർത്താവെ ആത്മഹത്യ ചെയ്യാനായി നിന്ന ഈ കുടുംബം ഇന്ന് ഒന്നിച്ച് അങ്ങ് യോജിപ്പിച്ചു. യേശുവിന്റെ നാമത്തിൽ ഇരുവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ദുഷ്ടപിശാച് നിനക്ക് കിട്ടത്തില്ല. എക്ലീസിയ എഴുന്നേറ്റ് നിന്നാൽ പാതാള ഗോപുരം നീ ജയിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ
ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച ദുഷ്ടപിശാച് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഈ കുഞ്ഞിന് അതിന്റെ മേൽ ഒരു എഫക്റ്റും വരുത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞിന്റെ മേൽ ഇവരുടെ വാഗ്ദാനങ്ങൾ, ഇവിടുത്തെ തീരുമാനങ്ങൾ, ഇവരെടുത്ത തീരുമാനം ഒന്നും ഈ കുഞ്ഞിന്റെ മേൽ അത് ബാധിക്കത്തില്ല. യേശുവിന്റെ അനുഗ്രഹം ഈ കുഞ്ഞിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ വരട്ടെ. ഹല്ലേലൂയ. യേശുവിൻ നാമം വിടുതലായി. തിരുവനന്തപുരം പാസ്റ്ററല്ലേ, ആ കൈ പിടിച്ച് അങ്ങോട്ട് കൊടുത്തരുത് തങ്കു ബ്രദറെ. ഇനി ഇവരെ നോക്കിക്കോണം, ഇനി ഇവരെ നോക്കിക്കോണം. എനിക്ക് കാണേണ്ടത് ഇദ്ദേഹം അനേകരെ സൗഖ്യമാക്കുന്നു, ഇവർ രണ്ടുപേരും അനേകരെ ശുശ്രൂഷിക്കുന്നു, അനേകരെ തീക്കകത്തുനിന്ന് പിടിച്ചെടുക്കുന്നത്. ഏൽപ്പിച്ചിരിക്കുക ഈ പാസ്റ്ററെ, പറ്റിയ പാസ്റ്ററാണ് ഇദ്ദേഹം. നിങ്ങളെ ശുശ്രൂഷകനാക്കിയിട്ടേ വിടത്തുള്ളൂ. ആ സൈസാ ഇദ്ദേഹം. ഹല്ലേലൂയ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം സൗഖ്യമായി, ഓ യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമം, യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പാടിടും, എന്റെ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പാടിടും, എന്റെ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. Undi Shakti, Shakti, Adbhuta Shakti, Yeshuve, Rekhatar. Undi Shakti, Adbhuta Shakti, Yeshu Kristuviன் Rekhatar. Undi Shakti, Adbhuta Shakti, Yeshuve, Rekhatar. Undi Shakti, Adbhuta Shakti, Yeshu Kristuviൻ Rekhatar. Undi Shakti, Adbhuta Shakti, Yeshuve, Rekhatar. Undi Shakti, Adbhuta Shakti, Yeshu Kristuviൻ Rekhatar. There is power, wonder-working power in the blood of the Lamb. There is power, wonder-working power in the precious blood of the Lamb. The wind is blowing again. 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 Oh, just like the day of Pentecost, the wind is blowing again. Just like the day of Pentecost, the wind is blowing again. 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 Oh, just like the day of Pentecost, the wind is blowing again. Just like the day of Pentecost, the wind is blowing again. The blind are seeing again. The blind are seeing again. The blind are seeing again.
സംതിങ് ഹാപ്പനിങ് ഹിയർ. ഈ സമയത്ത് തന്നെ ഇവിടെ സൗഖ്യങ്ങളായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് മാനസാന്തരം. ഏറ്റവും വലിയ അത്ഭുതമാണ് മാനസാന്തരം. ഒരാൾ മനം തിരിഞ്ഞ് കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവർ ക്രിസ്ത്യാനിയാകുവല്ല, അവർ എക്ലീസിയയുടെ ഭാഗമാകുക. യേശു എന്റെ കർത്താവാന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാകുവല്ല, എന്റെ രാജാവ് യേശു എന്നാ പറയുന്നത്. അത് ആരോടാ പറയുന്നത്? ഇരുട്ടിനോടാ പറയുന്നത്. ഇനിമേൽ എന്റെ മേൽ ഭരണം നടത്തുന്നത് വെളിച്ചമാണ്. അതുകൊണ്ട് അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാമും വെളിച്ചത്തിൽ ഇരിക്കുന്നുവെങ്കിൽ എന്റെ ജോലിയാ വെളിച്ചത്തിൽ ഇരിക്കുക എന്നുള്ളത്. എന്റെ ജോലിയാ, എന്റെ ഉത്തരവാദിത്തമാ ഇരുട്ടിലേക്ക് പോകാതിരിക്കാൻ, ഇരുട്ടിന്റെ പ്രവൃത്തിയിലേക്ക് പോകാതിരിക്കാൻ. അക്കരങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് നന്ദി പറഞ്ഞു. ഗ്രൗണ്ട് മുഴുവൻ ദൈവ തേജസ്സിനാൽ നിറഞ്ഞാ നിൽക്കുന്ന അക്കരങ്ങളെല്ലാം ഉയർത്തി അന്യഭാഷയിൽ പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അവസ്ഥകളോട് പറഞ്ഞേ. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് വെറുതെ അല്ല വെച്ചത്. ആ ഒരു കുടുംബം ആത്മഹത്യ ചെയ്യത്തില്ല, ഡൈവോഴ്സ് ആകത്തില്ലെന്ന് പറഞ്ഞ അത് റെജി ബ്രദറിനെ ഞാൻ വിളിച്ചത്. റെജി ബ്രദർ ഹല്ലേലൂയ. ഒരൊറ്റ കുടുംബം. റെജി ബ്രദറിനെ അതാ ഞാൻ വിളിപ്പിച്ചേ. ഒരു വർഷം ഭാര്യ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കും, 3 അറ്റംപ്റ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പുറത്തെ ഭർത്താവ്. ഇന്ന് 2 കുടുംബം ഇവിടെ യോജിച്ചു. ആ കൊച്ചു ഉൾപ്പെടെ. മനസ്സിലായില്ലേ? ഈ ഒരൊറ്റ മീറ്റിംഗ്, ആ ഒറ്റ സാക്ഷ്യം മതി. മാനസാന്തരമായ ഏറ്റവും വലിയ അത്ഭുതം. ആർക്കും മനസ്സിനെ തൊടാൻ പറ്റത്തില്ല, സൃഷ്ടിച്ചവന് മാത്രമേ പറ്റത്തുള്ളൂ. അക്കരങ്ങളെല്ലാം ഉയർത്തിച്ച് നന്ദിയോടെ 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 Then sings my soul, my Savior God to thee. രണ്ട് കണ്ണിനും പൂർണ്ണമായി ഒട്ടും കാണാത്ത ആൾ ഇപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വെളിച്ചം കാണാൻ തുടങ്ങി. കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് കൈ നീട്ടിക്കേ. Then sings my soul, my Savior God to me. How great thou art! How great you are! How great thou art! Then sings my soul, my Savior God to thee. How great thou art! How great thou art! And how great thou art! Creative miracles are happening. How great thou art! And hallelujah. അമ്മോം എന്നപ്പോൾ ഞാൻ സച്ചിൻ കുഞ്ഞായിരിക്കുമ്പോൾ
സച്ചിൻ്റെ കണ്ണിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. കൃഷ്ണമണി ഇപ്പം കുഞ്ഞു മോന് ഒട്ടും കാഴ്ചയില്ലെന്നാണ് പറഞ്ഞത്. അത് തന്നെയായിരുന്നു സച്ചിന്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ്റെ അവസ്ഥ ഇതായിരുന്നു, കാഴ്ചയില്ലായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അത്ഭുതകരമായിട്ട് നന്ദി കർത്താവേ. യേശുവേ, സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചല്ലോ. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നല്ലോ. തകർന്നു നുറുങ്ങിയ അനേക ഹൃദയങ്ങളെ കർത്താവെ അങ്ങ് പിടിവിച്ചല്ലോ. നന്ദി എന്നല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലപ്പാ പറയാൻ. ഞങ്ങൾ ഇന്നുവരെ നന്ദി എന്നത് കർത്താവെ അങ്ങയുടെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. ഞങ്ങളിന്ന് കേട്ടതുപോലെ തുടങ്ങിയത് കർത്താവാണെങ്കിൽ പൂർത്തീകരിക്കാൻ ഞങ്ങളുടെ കർത്താവ് മതിയായവനാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ മീറ്റിംഗിൽ വന്ന ഒരാൾ പോലും തകരാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. സഭയ്ക്ക് നൽകിയ അധികാരത്തിൽ നിന്നുകൊണ്ട് ഇവിടെ വന്ന ഓരോ കുടുംബങ്ങളും ഈ ദിവസങ്ങളിൽ ഉയർച്ച പ്രാപിക്കട്ടെ. സാമ്പത്തികമായി ഉയരട്ടെ, ആത്മീയമായി ഉയരട്ടെ, ശാരീരികമായിട്ട് ഉയരട്ടെ. ദേശത്ത് നിങ്ങളുടെ ഭവനങ്ങൾ അനേകരുടെ നടുവിൽ മലമേൽ ഉയർന്നിരിക്കുന്ന പട്ടണം പോലെ ഉയർന്നു വരട്ടെ. നിങ്ങളെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ നിങ്ങളൊരു അടയാളമായി മാറട്ടെ. നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ ഇടയിൽ നിങ്ങളൊരു മൂലക്കല്ലായിട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഈ ദേശത്ത് ഈ മീറ്റിംഗ് നടന്നെങ്കിൽ അതിന്റെ മഹത്വം ഈ ദേശം മുഴുവനും നിറയട്ടെ. ഇവിടെ അയക്കപ്പെട്ട വചനങ്ങൾ ഈ ദേശത്ത് മുഴുവന് ക്രിയ ചെയ്യട്ടെ. ഇത് ചുറ്റുപാടുമുള്ള ഓരോ സഭകളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ സഭകളിലും ഉണർവ് വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നിത്യ സംഭവമായിട്ട് മാറട്ടെ. എല്ലാ ശുശ്രൂഷകരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാവരും അഗ്നിയാൽ നിറഞ്ഞ് ഈ നാളുകളിൽ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടട്ടെ. എല്ലാ സഭകളും എണ്ണത്തിൽ പെരുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രാജ്യമായ ഭാരതം ഈ നാളുകളിൽ ഉയരട്ടെ. ലോകത്തിൽ 1-ാം നമ്പർ രാജ്യമായിട്ട് എല്ലാ നിലയിലും ഞങ്ങളുടെ രാജ്യം ഉയരട്ടെ. ഞങ്ങളുടെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രധാനമന്ത്രി, ഞങ്ങളുടെ പ്രസിഡന്റ്, ഞങ്ങളുടെ എല്ലാ മന്ത്രിമാര് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതായത് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി, എല്ലാ മന്ത്രിമാർക്ക് വേണ്ടി, MLA-മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ MLA-ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി, മെമ്പേഴ്സിന് വേണ്ടി, മറ്റ് എല്ലാ ലീഡേഴ്സിന് വേണ്ടി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. MP-ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെല്ലാം ഞങ്ങളുടെ രാജ്യത്തെ സേവിക്കുവാൻ, ഭരിക്കുവാൻ അധികം കൃപ അവരുടെ മേൽ പകരണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുക. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സ്ഥലം തന്ന കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അവരുടെ തലമുറയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവേ, അവർ നൽകിയത് കൊണ്ട് തന്നെ അവരെ ദൈവം അനുഗ്രഹിച്ചത് ദേശക്കാര് സാക്ഷ്യം പറയട്ടെ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആ മർമ്മങ്ങൾ അത് ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ കണ്ണുകളെ കർത്താവ് തുറക്കണമേ. ആ വചനത്തിൽ നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കുവാൻ നിന്റെ ദാസനെ കർത്താവ് ഉപയോഗിച്ചല്ലോ. ഞങ്ങൾ സഭയായിട്ട് അനുഗ്രഹിക്കുക. ഇനിയും കർത്താവേ, സ്വർഗത്തിലെ പലതും ആർക്കും വെളിപ്പെടാത്ത പലതും ഈ മകന് ഈ നാളുകളിൽ വെളിപ്പെടട്ടെ. കഴിഞ്ഞ നാളുകളിൽ പലരുടെയും മധ്യത്തിൽ കർത്താവേ അങ്ങ് പലതും ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ ആളുടെ കൈകളാൽ നടക്കാത്തത്, അവർക്ക് ആർക്കും മനസ്സിലാകാത്തത് ഈ മകൻ ഈ നാടുകളിൽ എന്റെ കർത്താവ് വെളിപ്പെടുത്തണമേ. അത് ദേശത്തിന്, ഞങ്ങളുടെ രാജ്യത്തിന് മാത്രമല്ല ലോക രാജ്യങ്ങൾക്ക് അത് അനുഗ്രഹമായി മാറട്ടെ. കുടുംബമായിട്ട് ഞങ്ങൾ തങ്കുബ്രദറിനെ അനുഗ്രഹിക്കുന്നു. തലമുറയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പുതുബലത്തോടെ ഓടട്ടെ, പൊതുശക്തിയോടെ ഓടട്ടെ. ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. തോമസ് കുട്ടിബറിനെ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ മകനെയും കർത്താവ് ശക്തിയോടെ ഉപയോഗിച്ചല്ലോ. ഞങ്ങൾ ചേർന്ന് മകനെ അനുഗ്രഹിക്കുക. അയക്കപ്പെട്ട വചനങ്ങൾ, പറഞ്ഞ വചനങ്ങൾ ഈ മകന്റെ ജീവിതത്തിലൂടെ ക്രിയ ചെയ്യട്ടെ. കുടുംബത്തിൽ ക്രിയ ചെയ്യട്ടെ. ശുശ്രൂഷകളിൽ ക്രിയ ചെയ്യട്ടെ. നാവിനെ എന്റെ കർത്താവ് പൊന്നാക്കി മാറ്റുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇതിന് മുന്നേ പ്രവർത്തിയ റജി ബ്രദർ, ഷാജി ബ്രദർ, മറ്റെല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഹൃദയം തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുക. കർത്താവേ, ഞങ്ങളിപ്പോൾ പിരിയുമ്പോൾ ആ സാന്നിധ്യത്തോടെ തന്നെ ഞങ്ങൾ അയക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനകളുടെ കൃപയ്ക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എന്റെ
ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിച്ചു പാട്ടുപാടും. എൻ ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിച്ചു പാട്ടുപാടും. എനിക്ക് പ്രാർത്ഥിച്ചു വന്ന ഈ മുട്ടുമണ്ണിന്റെ പേരൊന്ന് മാറ്റിയിട്ടാ കൊള്ളാം. മുട്ടുമണ്ണല്ല, മുട്ടില്ലാത്ത മണ്ണ് എല്ലാം മാറിയിരിക്കുന്ന. കൈയടിച്ച് തുള്ളിച്ചാടി ആടിപ്പാ യേശുവേ വാഴ്ത്തൂ, തുള്ളിച്ചാടി ആടിപ്പാ രാജാവേ വാഴ്ത്തൂ, തുള്ളിച്ചാടി ആടിപ്പാ യേശുവേ വാഴ്ത്തൂ, തുള്ളിച്ചാടി ആടിപ്പാ. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖാന്തരം നമുക്കെല്ലാം ആ കൈകൾ ഉയർത്തി നോക്ക്. ഇവിടെ ഒരാൾ മാനസാന്തരപ്പെടുമെങ്കിൽ വചനത്തിൽ പറയുന്ന ലോകത്തെക്കാളും വലുതാണ്. ഉള്ളം തുറന്നു തന്ന സ്നേഹം